അപ്പോൾ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ഒരു രാജാവായിട്ട് മോദിക്കർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ എന്നല്ല, ലോകത്തിലെ തന്നെ ഒരു രാജാവായിട്ട് മോദിക്കർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഇടനിലക്കാരോ പരസ്യക്കാരോ ഇല്ല. അത് കാരണം ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും രാജാക്കന്മാരും. നമുക്ക് എത്ര വേണേയും വളരാൻ പറ്റിയ ഒരു ബിസിനസ് അവസരമാണിത്. ഇത് ഇൻഡസ്ട്രി ലോകത്ത് ആരംഭിക്കുന്നത് 90 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇന്ത്യയിൽ ആരംഭിക്കുന്നത് 29 വർഷമേ ആയിരുന്നു. എന്ന് പറഞ്ഞർത്ഥം ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് നമ്മുടെ ഓരോ ഇത് 15 മലേഷ്യ രാജ്യത്തൊക്കെ ഏതാണ്ട് 40 വർഷത്തോളമായി. അപ്പോ അമേരിക്കയിൽ ഇത് 90 വർഷം മേലെ, കാനഡയിലും ചൈനയിലേക്ക് ഓൾറെഡി ഇത് വളരെ ശക്തമായ രീതിയിൽ പോവാണ്. അപ്പൊ ഇൻഡസ്ട്രി അത്രയും ശക്തമാണ്. അവിടെ അമേരിക്കയില് 3000-ലധികം കമ്പനികള് 3 ലക്ഷം കോടി വിറ്റുവരവ് നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ. നമ്മൾ നോക്കുമ്പോൾ അവർ 1-ാം സ്ഥാനത്താണെങ്കിൽ നമ്മൾ നിൽക്കുന്നത് 5 വർഷം മുമ്പ് 19-ാം സ്ഥാനത്തായിരുന്നു. ഇന്നത് ഗ്രാഫ് കയറി നമ്മൾ 11-ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഇതൊരു ഗുഡ് ന്യൂസ് ആണ്. ഞാൻ നിങ്ങൾ ഷെയർ ചെയ്ത് ഈ അവസരത്തിൽ അത് എന്നെ പരിചയപ്പെടുത്താം. ഒരുപക്ഷെ പുതിയ വ്യക്തികളുണ്ടെങ്കിൽ അവര് അറിയിക്കേണ്ടത് ആവശ്യമാണ്. ഞാനൊരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു സാധാരണ ഉദ്യോഗസ്ഥനായിട്ട് ജോയിൻ ചെയ്തു. പ്രൊമോഷന് കിട്ടി, ടെസ്റ്റ് ഒക്കെ പാസ്സായി പ്രൊമോഷന് കിട്ടി. നമ്മൾ അറിയാണ്ട് ഗസറ്റ് റാങ്കിലേക്ക് എത്തി. ഒരു സീനിയർ സൂപ്പർ ലെവലില് ഒരു 4 ഡിസ്ട്രിക്റ്റിന്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. ഞാൻ നന്ദി പറയുന്നത് എന്റെ അച്ഛനും അമ്മയ്ക്കുമാണ്. ഒരു മാതാപിത ഗുരു ദൈവം എന്ന് പറയുന്നത് അവര് പഠിപ്പിച്ച കാര്യങ്ങളാണ് നമ്മളെ വളർത്തിയത്, വേറെ ഒന്നുമല്ല. പ്രത്യേകിച്ച് ഞങ്ങളൊരു സാധാരണ ഫാമിലിയിൽ ജനിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എന്റെ അച്ഛനൊരു ഗവൺമെന്റ് സർവീസിൽ ഡ്രൈവറായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം ഇടുക്കിയിലായിരുന്നു. ഞാൻ ജനിക്കുമ്പോഴേക്ക് ഇടുക്കിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. സ്വദേശം എറണാകുളമാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് അവിടെ ജനിക്കുന്നു. അവിടെ നിന്ന് തിരിച്ച് എറണാകുളത്ത് നിന്ന് തിരിച്ച് പഠനം 5-ാം ക്ലാസ്സിൽ പഠനം പൂർത്തീകരിക്കുന്നു. ഈ കാലയളവിൽ ഞാൻ പറയുന്നത്, മാതാപിതാക്കള് നമ്മൾ പറയുന്നു പഠിക്കൂ, നന്നായിട്ട് പഠിക്കൂ, നല്ല മാർക്ക് വാങ്ങിക്കൂ എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ആ ചിട്ട അനുസരിച്ച് അതിന്റെ ഭാഗഭാക്കായി വന്ന വ്യക്തിയാണ്. എനിക്ക് ബിസിനസിനെ കുറിച്ച് അങ്ങനെ വലിയ അണ്ടർസ്റ്റാൻഡിങ് ഒന്നും ഉണ്ടായില്ല. ചെയ്യണമെന്ന് അറിയാനും പാടില്ലായിരുന്നു. അപ്പൊ എനിക്കിഷ്ടം ഒരു പട്ടാളക്കാരനാണെന്ന് ഇഷ്ടമുണ്ടായിരുന്നു. അത് നടന്നു. പക്ഷെ എന്റെ മാതാപിതാക്കൾ സമ്മതിച്ചില്ല. അങ്ങനെ പ്രത്യേകിച്ച് മാതാവ് സമ്മതിച്ചില്ല പോകാനായിട്ട്. സെലക്ഷന് കിട്ടി. ഞാൻ അറിഞ്ഞുകൊണ്ടാ ഇന്റർവ്യൂവിന് പോയി. ഇങ്ങനെ ടെസ്റ്റ് കിട്ടുമെന്ന് പാസ്സാവുമെന്ന് കരുതിയില്ല. പക്ഷെ പിന്നെ അങ്ങനെ അറിയാണ്ട് ഏതോ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് കുറെ കുട്ടികളെ പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ കുറെ പിള്ളേരെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് അറിയാതെ PSC എഴുതിയപ്പോ എന്തോ ഭാഗ്യത്തിന് 100 റാങ്കിൽ വന്നു. അങ്ങനെ ജോലി കിട്ടിയതാണ്. അപ്പൊ എല്ലാം യാദൃച്ഛികമായിട്ട് വന്ന ഈ ബിസിനസ് വന്ന യാദൃച്ഛികമായിട്ട്. എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് കോഴിക്കോട് നിന്ന് എനിക്ക് വന്ന് ഇത് കാണിച്ചു തരാം. ഞാൻ അതിന് നന്ദിയോടെ സ്മരിക്കുകയാണ്. ദിനേശ് നാരായണൻ സാറ് വന്ന് കാണിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ധരിച്ചില്ല എനിക്കതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ എനിക്ക് തന്ന വിശ്വാസം, ചെയ്യാൻ പറ്റുന്ന വിശ്വാസം എന്നെ വളരെയധികം മുമ്പോട്ട് നയിക്കാൻ സഹായിച്ചു. ഇപ്പൊ നമുക്ക് പറയാൻ കാര്യം, ഞാൻ ഒരു ഫുട്ബോൾ അക്കാഡമിയുടെ പുറകെ അത് നടത്തിക്കൊണ്ട് കുറെ കുട്ടികളായിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഫാക്ട് ഫുട്ബോൾ അക്കാഡമി എന്ന് പറയും. അതിന്റെ സ്ഥാപനം കൂടിയാണ്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ലേബർ ഡിപ്പാർട്ട്മെന്റിൽ. വൈകിട്ടായി കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ പോയിരിക്കും. രാത്രി 9-9 വരെ ആ ഗ്രൗണ്ടിലും ചുറ്റുപ്പെട്ട കാര്യം. അപ്പൊ ബന്ധപ്പെട്ട് ഒരു ബന്ധമില്ലാത്തൊരു മേഖലയിൽ നിന്നാണ് തിരിച്ചാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ബിസിനസിന്റെ ഭാഗമായിട്ട് മാറിയത്. അപ്പൊ ഗസറ്റ് റാങ്കിലാരും എനിക്ക് പെട്ടെന്ന് ഇറങ്ങി വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വൈഫിന്റെ പേരിലായിരുന്നു ബിസിനസ്. റിട്ടയർ ആയ ശേഷം ഇപ്പൊ 1 വർഷത്തിന് മുമ്പ് ഫുൾ ടൈം ആയിട്ട് മോദിക്കര് ചെയ്യാൻ തീരുമാനിച്ചേക്കാം. വേറെ ജോലി ചെയ്യാൻ ഇഷ്ടമില്ല. കാര്യം ഇത് ബോസ് ഇല്ലാത്ത ബിസിനസ്സാണ്. ഇത്രയാണ് ഞാൻ ചെയ്തത്. കുറെ ഉദ്യോഗസ്ഥന്മാരുടെ കീഴിലാണെങ്കിൽ ഇവിടെ എന്നെ ഭരിക്കാൻ നമ്മൾ ഭരിക്കാൻ ആരുമില്ല. ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി അതാണ്. ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അപ്പൊ നമുക്ക് പൈസ മുടക്കാതെ വലിയൊരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ പറ്റും. നമുക്ക് ആകെ അറിയേണ്ട കാര്യം, ആളുകളുമായിട്ട് സംസാരിക്കാനുള്ള, ആളുകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് ഈ ബിസിനസ് വളരെ എളുപ്പമാണ്. ആളുകൾ ഇഷ്ടപ്പെടാം. ആളുകൾക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുന്ന വ്യക്തിയായിട്ട് നിങ്ങൾ മാറണം. അവരുടെ പ്രോബ്ലംസിനൊക്കെ സൊല്യൂഷൻസ്, ഒരുപാട് ഇന്ത്യയിലെ പ്രോബ്ലംസിനൊക്കെ സൊല്യൂഷൻസ് ഈ ബിസിനസ്സിനകത്തുണ്ട്. ഇതാണ് പഠിക്കേണ്ട ലെസൺ. വേറെ ഒന്നിനകത്തില്ല. അത്രയും സിമ്പിൾ ബിസിനസ്സാണ്. നേരെ പോ ബിസിനസ്സാണ്. നമുക്കത് അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഇന്ത്യയിലെ ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. 1996 മാർച്ച് മാസം 30-ാം തീയതി ആരംഭിച്ച ഈ കമ്പനി ഇപ്പൊ റൈറ്റ് നൗ 2500 കോടി അടുത്ത് വിറ്റുവരവ് നേടിക്കഴിഞ്ഞു. ഇന്ത്യയിലെ മൊത്തം വ്യവസായത്തിന്റെ ടേൺ ഓവർ 25,000 കോടിയാണെന്ന് നോക്കണം. എന്നിട്ട് നമ്മൾ 15-ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളൂ. ഇന്ത്യയുടെ ജനസംഖ്യ 140 കോടിയിലധികമാണെന്ന് അറിഞ്ഞിരിക്കണം. 33 കോടി ജനസംഖ്യയുള്ള അമേരിക്കയാണ് നമ്പർ 1 നിൽക്കുന്നത്.
കാര്യം ആ രാജ്യത്തിന്റെ എക്കണോമി മാറ്റിമറിച്ച ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ലോകത്തിലെ ഒരു 10,000-3000 കമ്പനി അവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ അവിടെ 10-25 കമ്പനി നല്ല കമ്പനികളുള്ളൂ. ബാക്കി അല്ലാത്ത കുണുപോലെ മുളച്ചിട്ടുള്ള കുറേയധികം കമ്പനികളുണ്ട്. അവരും ജീവിക്കാൻ വേണ്ടി പല കാര്യം ചെയ്യുന്നു. പക്ഷേ ഈ ബിസിനസ് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. അത് മനസ്സിലാക്കണം. വേറെ ആരും പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഇല്ല. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആകുമ്പോൾ നമുക്ക് വിശ്വസനീയമായ ഉൽപ്പന്നങ്ങൾ ലഭിക്കുമെന്ന കാര്യം ഗ്യാരണ്ടിയാണ്. രണ്ട്, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അതിശയിപ്പിക്കുന്നതാണ്. അത് ലാഭകരമാണെന്ന് സത്യം മനസ്സിലാക്കണം. കാരണം ഇതിനകത്ത് നമുക്ക് ഓരോ പർച്ചേസ് ചെയ്യുമ്പോഴും നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് ഓഫർ, നമുക്ക് ഇന്ന് 24-ാം തീയതി ലോയൽറ്റി ഓഫർ. അപ്പൊ 6 മാസം വാങ്ങിച്ച 1 മാസം പ്രൊഡക്റ്റ് ഫ്രീ കിട്ടുന്ന ഓഫർ, 12 മാസം വാങ്ങിച്ച മൊത്തം ഒരു 3 മാസം പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. അത് മാക്സിമം 30,000 രൂപ വരെ ഫ്രീ കിട്ടുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കോമ്പിനേഷൻ ആണുള്ളത്. അപ്പൊ ഇത് കൂടാതെ നമുക്ക് കുറേയധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാനിപ്പോ പറയുന്നു, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി അത്രയും വലിയൊരു ഇൻഡസ്ട്രി. ഇതിന് പ്രത്യേക വിദ്യാഭ്യാസ യോഗ്യതയോ നിങ്ങൾ ആരാണെന്നോ ഒന്നും പ്രശ്നമല്ല. നിങ്ങൾക്ക് എവിടെ എത്തണമെന്ന് വ്യക്തമായൊരു പ്ലാനിങ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, വ്യക്തമായൊരു സ്വപ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ആ സ്വപ്നം പൂർത്തീകരിക്കാൻ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ്. ഒരു 30 വർഷമായി ഗവൺമെന്റ് സർവീസ് വർക്ക് ചെയ്തിട്ട് റിട്ടയർ ചെയ്ത ശേഷം ഞാനിത് ചെയ്യാൻ കാരണം, ഗവൺമെന്റ് സർവീസ് കൊണ്ട് നമ്മുടെ കൈക്കൂലി വാങ്ങിക്കുന്ന ആൾക്കാർ അങ്ങനത്തെ കുറെ കൃത്രിമം കാണിച്ച് ചെയ്യുന്നുണ്ടാവും. അല്ലാത്ത ആളെ സംബന്ധിച്ചോളം ഗവൺമെന്റ് സർവീസ് ഒരു സാധാരണ ജോലി പോലെയാണ്. നമുക്ക് കടത്തി ഇങ്ങനെ പോകുന്ന മാത്രമേ ഉള്ളൂ. എടുത്തു പറയത്തൊക്കെ ഒന്നും നമുക്ക് ചെയ്തിടാൻ സാധിക്കില്ല. അത് ഞാൻ പറയുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രി കൊണ്ട് ഈ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന എത്ര പേരുണ്ടോ അവരുടെ മുഴുവൻ ലൈഫ് മാറ്റിമറിക്കാൻ പറ്റും. 3 കാര്യം ഞാൻ പറയുന്നു. ഒന്ന്, ഞാൻ വർക്ക് ചെയ്ത ഡിപ്പാർട്ട്മെന്റിൽ ഡോക്ടറും നേഴ്സും ഒക്കെ ഉണ്ട്. അവരാണ് ശരിക്കും നമ്മുടെ മാലാകമാർ, നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന ആൾക്കാർ. അവര് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ റെഡിയാണ്. നമുക്ക് ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. അതിനപ്പുറം ചെയ്യാൻ പറ്റില്ല. നമുക്ക് ലൈഫ് ചേഞ്ച് ചെയ്യാൻ അവർക്ക് സാധിക്കില്ല, ലൈഫ് രക്ഷിക്കാൻ അവർക്ക് സാധിക്കും. പക്ഷെ ഇവിടെ മോദിക്കേര് ചെയ്യണമെന്ന് അറിയും. അവർ ചെയ്യുന്ന അതേ സേവിങ് നമുക്ക് ചെയ്യാൻ പറ്റും. കുറേ അധികം ആളുകളുടെ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാക്കാനും അവരുടെ ആരോഗ്യത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാനും ഈ ഇൻഡസ്ട്രിയോട് സാധിച്ചു. എന്നെ അതിശയിപ്പിച്ച കാര്യം അതാണ്. കുറെ ആൾക്കാർ ലൈഫ് ചേഞ്ച് ചെയ്യാൻ സാധിച്ചു. ഈ കഴിഞ്ഞൊരു 5 വർഷം കൊണ്ട് കുറേ അധികം ആൾക്കാരുടെ ലൈഫിൽ വലിയ ചേഞ്ച് ഉണ്ടാക്കാനും അവർക്ക് വലിയ പ്രതീക്ഷ കൊടുക്കാനും അവർ വളർത്തിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ മനസ്സിലാക്കണം, ഇൻഡസ്ട്രി ലൈഫ് അവരെ ചേഞ്ച് ചെയ്യിക്കുന്നു, ലൈഫ് സേവ് ചെയ്യിക്കുന്നു. മൂന്നാമത്തെ കാര്യം, സർവീസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഗ്രൂപ്പിലെ ഇപ്പൊ ഗോ മലേഷ്യ എന്ന പ്രോഗ്രാം നടക്കാൻ 7 മാസമേ ഉള്ളൂ. 7 മാസം കൊണ്ട് ഈ ഇരിക്കുന്ന എല്ലാവർക്കും പോകാമെന്ന് ഞാൻ പറഞ്ഞാൽ ദയവ് വിശ്വസിക്കുക, എല്ലാവർക്കും പോകാൻ പറ്റും. അത്രയും സിമ്പിൾ ആയിട്ടാണ് മോദിക്കേര് ഈ പ്ലാനില്, സമീർ മോദി ഇൻഫിനിറ്റി പ്ലാനിൽ നമുക്കൊരു പ്രൊജക്ട് തന്നേക്കുന്നത്. ഇപ്പൊ ഗോവയ്ക്ക് പോകാൻ 7 മാസം പ്രോഗ്രാം തന്നിരുന്നു. സമീർ മോദി സാറിന്റെ നമ്മുടെ പ്രിയങ്കനായ നമ്മുടെ ND സമീർ മോദി സാറിന്റെ അച്ഛൻ മരണപ്പെട്ടു പോയി, KK മോഡി. അതിന്റെ ഓർമ്മക്കായിട്ട് അദ്ദേഹം ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ മലേഷ്യ ട്രിപ്പ് തന്നേക്കുന്നത്, കോലാലംപൂർക്ക്. ഞാൻ ഓൾറെഡി കോലാലംപൂർ പോയ വ്യക്തിയാണ്. ഒരു 10 വർഷം മുന്നേ എനിക്കൊരു ഭാഗ്യം ഉണ്ടായി. ഞാൻ കണ്ട ലോകത്തൊരു അതിശയമായിട്ട് തോന്നുന്ന ഒരു രാജ്യമാണ് മലേഷ്യ. അവിടുത്തെ റോഡുകളും ആ കൊലംപൂർ എയർപോർട്ടൊക്കെ നമുക്ക് സ്വപ്നം കാണാൻ പറ്റില്ല. ഒരു സ്വർഗത്തിൽ ചെന്ന പോലെ തോന്നിപ്പോയി. അത്ര മനോഹരമായ ഒരു എയർപോർട്ടാണ്. ഞാൻ നിങ്ങൾ പറയും നമുക്ക് എല്ലാവർക്കും അവിടെ പോണ കാര്യം ആലോചിച്ച് വയ്ക്കും. ഞാൻ നിങ്ങളെ സഹായിക്കാം, നമുക്ക് ഒന്നിച്ചു പോകാം. എന്ത് പറയുന്നു? ആരും റെഡി? നമുക്ക് തുടങ്ങാം. നമുക്ക് നമ്മുടെ ഈ പ്രൊജക്ട് ആരംഭിക്കാം. നമുക്കിത് മോദിക്കേർ എന്ന് പറഞ്ഞാല് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ഈ കമ്പനി ചെയ്യുന്ന ഈ പ്രവൃത്തി, ഈ സൽപ്രവൃത്തി ശരിക്കും ജനങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നു. പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്ന കാര്യമാണ് ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഇത് കൊണ്ടുകിടന്ന് വിൽക്കുന്ന ബിസിനസ് ഒന്നും അല്ല. അങ്ങനെ ചെയ്യാൻ കുഴപ്പമൊന്നും ലാഭം കിട്ടും. ഇത് നിങ്ങൾക്കൊരു വ്യവസായമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ സംഗതിയാണ്, ഒരു ഇൻഡസ്ട്രി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ സംഗതിയാണ്. ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാണ്ട് നിങ്ങൾക്ക് കോടികളുടെ ഇൻവെസ്റ്റ്മെന്റുള്ള ബിസിനസ്സായി കൊണ്ടുപോകാൻ പറ്റിയ സംഗതിയാണ്. ഞാൻ എന്റെ എക്സാമ്പിൾ പറയാം. ഞാൻ കഴിഞ്ഞിട്ട് 5-5.5 വർഷമായിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 7.25 കോടിയുടെ വിറ്റുവരവ് ഞാൻ വഴിക്ക് നടന്നു കഴിഞ്ഞു. എനിക്ക് അത്ഭുതമാണത്, എങ്ങനെ സാധിച്ചു. 6 വർഷം കൊണ്ട് അത്രയും ടേൺ ഓവർ. അപ്പൊ എന്റെ സ്പോൺസർ കാര്യം പറയാം, ജിഷാ സാറും ദിനേശ് സാറും. അവര് കഴിഞ്ഞ ഈ 11 വർഷം കൊണ്ട് 100 കോടി രൂപയാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും അവരുടെ ടീമിലുണ്ടായിരുന്ന ആളുകൾക്ക് വരുമാനം കൊടുത്തത്. ഞാൻ ടേൺ ഓവർ പറഞ്ഞത്, അവർ വരുമാനം കൊടുക്കാൻ സാധിച്ചു. അപ്പൊ ഇത് എങ്ങനെ സാധിക്കുന്നത്? അതാ പറഞ്ഞ ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കണം. ഇത് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആണ്, സമ്പത്തിന്റെ പുനർവിതരണം നടത്തുന്നത്. ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാത്തതുകൊണ്ടും ആ പണം മുഴുവൻ നമുക്കാണ് തരുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഇവിടുത്തെ ആളെ പിടിക്കുന്ന ബിസിനസ് അല്ലത്, വ്യവസായമാണ് നടന്നത്, വലിയൊരു വ്യവസായമാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങൾ എല്ലാവരും ഞാൻ ഈ സെഷനിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാണ്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഓക്കെ.
ഇതിനകത്ത് ഒന്ന് പഠിക്കേണ്ട ഒരു കാര്യം, ഒരു ഒരു സാധാരണ ഒരു ചേഞ്ച് അല്ല, ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. ഒരു നമ്മൾ ഒരു ഐസ് വെള്ളമാകുന്നത്, വെള്ളം ഐസാകുന്നത് ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു ചിത്രശലഭം ഒരു ഇലയിൽ മുട്ടയിട്ടു, ആ മുട്ട വിരിഞ്ഞ് അത് പുഴുവായി പൂപ്പയായി അത് പറന്ന് ആകാശത്തേക്ക് പോകുന്ന ആ രംഗം ആലോചിക്കി, തിരിച്ചതിന് അതേപോലെ ആകാൻ പറ്റത്തില്ല. അങ്ങനത്തെ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ തയ്യാറായാൽ മതി, വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മളൊരു ചേഞ്ച് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വലിയ വിജയം ഉണ്ടാക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ ആ റിസൾട്ട് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വ്യത്യസ്തമായ കാര്യങ്ങൾ ചിന്തിക്കാനും അതിൽ പ്ലാൻ ചെയ്യാനും നമ്മൾ തയ്യാറായാൽ മതി. ഞാൻ അത്രേ ചെയ്തിട്ടുള്ളൂ, എനിക്കത് ഇഷ്ടപ്പെടാൻ കാരണം അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ട്, അങ്ങനെ ഒരു മാറ്റം കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയപ്പോ എനിക്ക് ഭയങ്കര താല്പര്യം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട എല്ലാവരും പറയാനുള്ള 8 മണിക്കകത്ത് DDMO എല്ലാ ദിവസവും ഉണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധുക്കളും സുഹൃത്തുക്കളെയൊക്കെ ആ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കണം. അതിലൂടെ മാത്രമേ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഫംഗ്ഷനിൽ പങ്കെടുപ്പിക്കണം. അപ്പൊ ഫംഗ്ഷൻ ടു ഫംഗ്ഷൻ ആണ് ഈ ബിസിനസ്സിൽ വിശ്വാസം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാര്യം നമുക്ക് ബോസ് ഇല്ലാത്തത് കൊണ്ട് ദൈനംദിനം ഇതിന് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്താൽ മതി. അത് എത്ര ആൾ ചെയ്യണം? മേ ബി 2 to 5 പേര് കൊണ്ട് നിങ്ങൾക്ക് 5 ലക്ഷം 10 ലക്ഷം വരുമാനം ഏൺ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൂടെ കുറെ പേർക്ക് ലക്ഷക്കണക്കിന് വരുമാനം വാങ്ങിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് സത്യം മനസ്സിലാക്കുക. എസ്പെഷ്യലി സമീർ മോദി ഇൻഫിനിറ്റി പ്ലാൻ ഡിമാൻഡ് ചെയ്യുന്ന അതാണ്. ചെറുതായിട്ട് ഇതിനെ കണ്ട് ദേവി എന്ത് വർക്ക് ചെയ്യാൻ നിൽക്കരുത്. വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ബിസിനസ് പ്ലാൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. നെവർ ക്വിറ്റ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഒരിക്കലും ബിസിനസ് ക്വിറ്റ് ചെയ്യരുത്. കിറ്റേഴ്സ് നെവർ വിൻ. കിറ്റ് ചെയ്ത ആൾക്കാർ ഒരിക്കലും വിജയിക്കില്ല. വിന്നേഴ്സ് നെവർ കിറ്റ്. വിൻ ചെയ്ത ആൾക്കാർ നോക്കുക, അവർ കിറ്റ് ചെയ്യാതെ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകണ്ടാവും. അപ്പൊ നിങ്ങൾ ബുക്കും പേനയും എടുത്ത് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുക. എന്തെങ്കിലും സംശയം നിങ്ങളുടെ പ്രിയപ്പെട്ട നിങ്ങളുടെ സ്പോൺസേഴ്സിനോട് ചോദിച്ച് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. സോ പരിപ്പെടുത്തൽ, ഞാൻ ബഹുമാനപ്പെട്ട സമീർ മോദി സാറിനെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അദ്ദേഹമാണ് ഈ ഒരു വിപ്ലവം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്, ഈ ഒരു ചൈതന്യം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്, ഈ ഒരു ഐശ്വര്യം ഇന്ത്യയിലേക്ക് പകർത്തി കൊടുക്കുന്ന വ്യക്തിയല്ലേ. അദ്ദേഹം ചെയ്ത പ്രവൃത്തി നമ്മൾ നോക്കണം. ഇതിലൂടെ നമുക്ക് ഇരിക്കുന്ന ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും പൂർത്തീകരിക്കാൻ പറ്റും. ഈ പ്ലാൻ നോക്കുക, സമീർ മോദി ഇൻഫിനിറ്റി പ്ലാൻ ആണ് കണ്ടോ. അതിന്റെ കാഴ്ചപ്പാടാണ് ഇമ്പോർട്ടന്റ്. ആ കാഴ്ചപ്പാടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുന്നത്. ആസാദി ഫോർ എവരി ഇന്ത്യൻ, ഓരോ ഇന്ത്യക്കാർക്കും ആസാദി കൊടുക്കാനുള്ള പ്ലാനകത്തുള്ളത്. അപ്പോ ഇറ്റ് ഈസ് മൈ കമ്മിറ്റ്മെന്റ് ടു യുവർ ലിമിറ്റ്ലെസ് സക്സസ്. നിങ്ങൾക്ക് യാതൊരു പരിമിതിയില്ലാത്ത വിജയത്തിന് വേണ്ടിയുള്ള എന്റെ ഉത്തരവാദിത്വം അദ്ദേഹം നമുക്കിട്ട് തരികയാണ്. അപ്പൊ നമുക്ക് അദ്ദേഹം എന്താ പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് നോക്കാം, ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം, നമ്മുടെ സ്വപ്നമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മുടെ സ്വപ്നം എന്തും ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് നിങ്ങൾ ഇന്ന സ്വപ്നം ഒന്നുമില്ല. നമ്മുടെ സ്വപ്നത്തിലൊരു ഇത്രയും നാളെ ജീവിച്ചിട്ട് നമ്മൾ ആലോചിക്കണം, എന്തിനാ നമ്മൾ ജീവിക്കണം ആലോചിക്കും. പലപ്പോഴും പറയാം, നാളെ നേരം വിളിക്കണം, ജോലിക്ക് പോകണം, തിരിച്ചു വരണം, അല്ലെ, റുട്ടീനെ പൊക്കൊണ്ടിരിക്കുക. നമുക്ക് ഒരു 10, 18 വയസ്സ് 15 വയസ്സിലൊക്കെ സ്വപ്നം ഉണ്ടായിരുന്നു. ഒരു 15 വയസ്സിന് ശേഷം പിന്നെ സ്വപ്നം കാണാൻ പേടിയായി തുടങ്ങി. യാഥാർത്ഥ്യം, റിയാലിറ്റി. ഞാൻ കാണുന്നത് ഞങ്ങൾ 5 മക്കളാണ്, ഞാൻ 4ാമത്തെ വ്യക്തിയാണ്. അച്ഛൻ കഷ്ടപ്പെടുന്നതും രാത്രിയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ച് വന്നതും ഓരോ കാര്യം ചെയ്തു. അമ്മ കൃത്യമായിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് കുടുംബത്തിന്റെ പല കുടുംബങ്ങളെ അമ്മ നോക്കണ്ടായിരുന്നു. അത് രസം. പല കുടുംബങ്ങളും അച്ഛൻ്റെ പറഞ്ഞിട്ട് അച്ഛൻ്റെ കുടുംബത്തിലെ പലരെയും അമ്മ സപ്പോർട്ട് ചെയ്യണ്ടായിരുന്നു. ഞാൻ അതിശയപ്പെടും, ഇപ്പൊ നമ്മുടെ വരുമാനം കൊണ്ട് നമ്മുടെ കുടുംബം തന്നെ മര്യാദക്ക് മുമ്പോട്ടും പറ്റണില്ല. ആ സമയത്ത് അമ്മ കറക്റ്റായിട്ട് അവർക്ക് വേണ്ടി സഹായിച്ചപ്പോ ഞാൻ എന്റെ റോൾ മോഡൽ ആരെന്ന് വെച്ചാൽ എന്റെ അച്ഛനും അമ്മയുമാണ്. അന്നും ഇന്നും എന്നും പഠിക്കേണ്ട ഒരു വിഷയമാണിത്. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് ആ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ. ഇവിടെ നമ്മൾ ഒരു വീട് വെക്കാൻ താല്പര്യപ്പെട്ടു, ഒരു സ്വപ്ന ഭവനമാണ്. നമ്മളിപ്പോ താമസിക്കുന്ന വീടല്ല, കുറെ കൂടി നല്ല സൗകര്യമുള്ള, ചോർച്ചയൊന്നും ഇല്ലാത്ത, നല്ല സൗകര്യമുള്ള, മക്കൾക്ക് എല്ലാവർക്കും നല്ല എല്ലാ കാര്യം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വീട്, ഇഷ്ടപ്പെടുന്ന സ്വപ്നത്തിലുള്ള വീട്. ഇപ്പത്തെ ചെറിയ വരുമാനം കൊണ്ട് നേടാൻ പറ്റില്ല. കണ്ടോ, അത് എനിക്ക് ഭയങ്കര സൈക്ക് ചെയ്ത പോയിന്റ്. അത് ഒരു ഇഷ്ടപ്പെട്ട കാർ, എന്റെ ബാക്കിൽ കാണുന്ന കാറ് കണ്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട കാറായിരുന്നു. ഈ കാറ് ഞാൻ വാങ്ങിച്ചത് മോദി കെയർ കൊണ്ടാണ്, മോദി കെയറിലെ ഫണ്ട് കൊണ്ടാണ്. ആ കാർ എനിക്ക് എന്റെ കൂടെ എപ്പോഴും ഉണ്ട്. അപ്പൊ എന്റെ ബാക്കത്തിന് അത് വെക്കാൻ കാരണം, ഞാൻ സ്വപ്നം കണ്ട കാറ് ഈ പ്ലാനിലൂടെ ഞാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുത്തു. എന്റെ ഗ്രൂപ്പിലെ ഒരു സുരേഷ് സാർ എന്ന വ്യക്തി, അദ്ദേഹം ട്രിവാൻഡ്രത്ത്, മഞ്ജു സുരേഷ് എന്ന വ്യക്തി ട്രിവാൻഡ്രത്ത്, അവരും ഈ കഴിഞ്ഞ ദിവസം, ഞാൻ 13 ലക്ഷത്തിന്റെ കാർ എടുത്തു, അവർ 16 ലക്ഷത്തിന്റെ കാർ എടുക്കാൻ സാധിച്ചു. അപ്പൊ ഞാൻ ദൈവത്തിന് നന്ദി പറയാം. ഒരാൾ കാർ എടുത്തു, വേറെ 3 പേര് കാർ എടുക്കാൻ റെഡിയായിരിക്കുന്നു. എനിക്ക് ഒരു 10-15 പേർക്ക് കാർ ഡിസംബറിനകം കാർ വാങ്ങിച്ചു കൊടുക്കാം പദ്ധതിയിട്ടേക്ക്. അതൊരു സ്വപ്നമാണ്. കണ്ടാ, ഫാൻസി കാർസ് ഒരാൾക്കല്ല, നിങ്ങൾക്ക് എത്ര പേർക്കും കാർ കൊടുക്കാൻ പറ്റും. വേൾഡ് ടൂർസ്, ലോകം മുഴുവൻ കഴിഞ്ഞ വർഷം ശ്രീലങ്ക ട്രിപ്പായിരുന്നു, അത് കോടിയിലെ ക്രൂസിൽ. ആ ട്രിപ്പ് പോകാൻ പറ്റി.
അപ്പൊ നമുക്ക് ഇപ്പൊ ഈ വർഷം പ്ലാൻ ചെയ്ത് ഒരു 50 പേരെങ്കിലും മലേഷ്യക്ക് കൊണ്ടുപോകാൻ പറ്റണം. ആ നമുക്കൂടെ സാധിക്കും. ഈ പ്ലാൻ ഉണ്ട്, നമ്മുടെ കയ്യിൽ പൈസ വേണ്ട, കമ്പനി നമ്മളെ കൊണ്ടുപോയിക്കോളൂ. അതിനുവേണ്ടി നമ്മൾ പ്ലാൻ ചെയ്ത് മാത്രമേ ഉള്ളൂ. ആരെ കൊണ്ടുപോകാനും കൊണ്ടുപോയാലും നമുക്ക് ഒരു പരാതിയും ആർക്കും ഉണ്ടാവില്ല. കാര്യം നമ്മൾ ഒരു കമ്മിറ്റ്മെന്റ് എടുത്ത് ആ ഉത്തരവാദിത്തം എടുത്ത് നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെന്ന് മാത്രം. വെറുതെ മലേഷ്യ കൊണ്ടുപോകണമല്ല. നമ്മളെ ചെയ്യേണ്ട ഒരു ടാർജറ്റ് ഉണ്ട്, 7 മാസം ഉണ്ട്. ആ സമയം കൊണ്ട് മാർച്ച് മാസത്തിനകം കംപ്ലീറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ പറ്റും, ഇരിക്കുന്ന എല്ലാവർക്കും പോകാൻ പറ്റും. ദെൻ ക്വാളിറ്റി ടൈം വിത്ത് ഫാമിലി. നമ്മുടെ ഏറ്റവും കൂടുതൽ സമയം നമ്മുടെ ഫാമിലിയോടൊപ്പം നമുക്ക് ചെലവഴിക്കണം. പൈസ വേണം. ഒരു 2 വർഷം 3 വർഷം കണ്ണു പടച്ച് വർക്ക് ചെയ്യുക. ഇത് വേണ്ട ചെയ്യുന്ന കാര്യങ്ങൾ പവർ ഓഫ് 4 ആണ്. 4 വ്യക്തികളെ സ്പോൺസർ കൊണ്ട് ബിസിനസ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിലൂടെ നിങ്ങൾ ഡയറക്ടർ ആവുക. അതിലൂടെ ആ 4 പേരും ഡയറക്ടർ ആക്കുക. അപ്പൊ നിങ്ങൾ പ്ലാറ്റിനം ആവും. ആ 4 പേരും പ്ലാറ്റിനം ആക്കുക. അപ്പൊ നിങ്ങളുടെ ഇൻകം 1 lakh 2 lakh 3 lakh 4 lakh 5 lakh വരെ കിട്ടും. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യണ്ടേ 4 വ്യക്തികളെ സ്പോൺസർ ചെയ്യാൻ മതി. റെക്കഗ്നീഷൻ, നിറയെ റെക്കഗ്നീഷനാണ്. എല്ലാ ഫംഗ്ഷനും റെക്കഗ്നീഷനാണ്. അംഗീകാരം പുറകെ എന്ത് ഒരു 100 PV ചെയ്താൽ നമ്മളെ 50 PV ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യും. 100 PV ചെയ്ത ഗ്രൂപ്പ് റെക്കഗ്നൈസ് ചെയ്യും. ഫ്രെയിം ഒക്കെ ഇട്ട് നമ്മളെ പേരൊക്കെ വെച്ച് കൊടുക്കും. പവർ ഓഫ് 4 ചെയ്ത് റെക്കഗ്നൈസ് ചെയ്യും. ഡയറക്ടറെ റെക്കഗ്നൈസ് ചെയ്യും. 100 PV തൊട്ട് പിന്നെ സ്റ്റേജിൽ അംഗീകാരവും നമുക്ക് മെഡലൊക്കെ വെച്ച് തരും. അപ്പൊ എന്ന് പറഞ്ഞാല് ചെറിയ കാര്യങ്ങൾക്ക് നല്ല രീതിയിലുള്ള അംഗീകാരം ലഭിക്കുന്നു. ദെൻ എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ. നമുക്ക് ഇപ്പോഴത്തെ വരുമാനം കൊണ്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ പറ്റുമോ? ഞാൻ എൻ്റെ മക്കളെ ഭാവനസിലാണ് പഠിപ്പിച്ചത്. എനിക്ക് അങ്ങനെ പഠിക്കാൻ സാധിച്ചിട്ടുണ്ടായില്ല. ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചത്. അപ്പൊ പഠിപ്പിക്കാൻ ശ്രമിച്ചപ്പോ നമുക്ക് നല്ല ചെലവായി. പക്ഷെ അതിന് സപ്പോർട്ട് ചെയ്ത് ജോലി കൊണ്ട് മാത്രം വളരെ ബുദ്ധിമുട്ടി അവിടെ നിന്നൊക്കെ റോൾ ചെയ്തും കടം വാങ്ങിച്ചും ലോണോ മാനിയ എന്ന് പറയും. നമുക്ക് സർക്കാർ ജീവനക്കാർക്ക് ലോൺ കിട്ടും. അത് ഗതികേടാ. ലോൺ വാങ്ങിക്കുമ്പോൾ തിരിച്ചെടുക്കാൻ പലർക്കും പറ്റാറുണ്ടാവില്ല. വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ചെറിയ വരുമാനം കൊണ്ട് ആ വലിയ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കാൻ സഹായിച്ചത് ലോൺ കൊണ്ടാണ്. നമ്മളിപ്പോ ജീവിക്കുന്ന ആൾക്കാരിനകത്ത് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യം ഈ ലോണോ മാനിയം നിൽക്കുക. അടുത്ത സ്ലൈഡുകൾ മനസ്സിലാവും. അപ്പൊ നമ്മുടെ ചെറിയ വരുമാനം കൊണ്ട് ആ വലിയ സ്വപ്നങ്ങൾ നേടാൻ സാധിക്കാത്ത കൊണ്ടാണ് മോദിക്കേരി പോലത്തെ പ്ലാറ്റ്ഫോം നമ്മളെ സഹായിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കണം. ഇതൊരു വലിയൊരു സർവീസാണ്. നമുക്കിത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ നമുക്ക് വലിയ ഗംഭീര വിജയം ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ കാണിച്ചിട്ടുണ്ട് 4 പേര് 4 കോളമാക്കി ലോകത്ത് വരുമാനം വാങ്ങിക്കുന്ന ആളുകളെ തിരിച്ചുകൊണ്ട് ഒരു വ്യക്തി, അതിന്റെ പേര് റോബർട്ട് ടി കിയോസാക്കി എന്നാണ്. അമേരിക്കക്കാരാണ്. ജപ്പാൻ ജനിച്ചു, അമേരിക്കയിൽ താമസമാക്കിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സ്വന്തം അനുഭവം ഒരു ബുക്കാക്കി എഴുതി. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയും. ആ ബുക്ക് റിച്ച് ഡാഡ് പുവർ ഡാഡ് നമ്മൾ യൂട്യൂബിൽ കയറി നോക്കി അറിയാൻ പറ്റും. അതിനകത്ത് അത് വിശദീകരിച്ചിട്ടുള്ള ആ 4 കോണ്ടന്റ് ആണ് ഞാൻ കാണിച്ചു തരുന്നത്. അതായത് ഒരു എംപ്ലോയിയുടെ അവസ്ഥ എന്താ, എന്റെ അവസ്ഥ ഞാൻ പറഞ്ഞു. ഈ കടത്തെ ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ എത്ര ഓടിയാലും നമുക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ചെമ്മീൻ ചാടിയാൽ മുട്ടോളം എന്ന് പറയില്ല, അതേപോലെ അത്രേ ചാടാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുറെ കൂടി ചാടാൻ നോക്കും. അപ്പൊ കുറച്ച് കടമൊക്കെ വാങ്ങിച്ച് നിൽക്കാൻ നോക്കും. അപ്പൊ പ്രശ്നമാവും, കടം തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇതാണ് ഒരു എംപ്ലോയിയുടെ അവസ്ഥ. ഞാൻ കണ്ട ലോകത്ത് കണ്ട ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്ന എംപ്ലോയീസാണ്. അതിലും ഭേദമാണ് സെൽഫ് എംപ്ലോയീസ്. നമുക്ക് ഇനി സെൽഫ് എംപ്ലോയി കാണാൻ പോകുന്നുണ്ട്. അതൊക്കെ എംപ്ലോയി ആയിരുന്നു, ഇത് സെൽഫ് എംപ്ലോയിഡ് മാറി. അപ്പൊ അങ്ങനത്തെ വ്യക്തികളെ ഇപ്പൊ പരിചയപ്പെടുന്നുണ്ട്. അപ്പൊ അവിടെ ഡോക്ടർ, ചാർട്ടർ അക്കൗണ്ട്, ലോയർ ഒക്കെ പറഞ്ഞ ഒരു സെൽഫ് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഇവര് കണ്ട ഇവരെ കാണാൻ നോക്കി ഇടത് ദിവസം നോക്കി ആക്റ്റീവ് ഇൻകം എന്ന് കാണിച്ചിട്ടുണ്ട്. ഉണ്ടാ ഇവര് വരുമാനം ചെയ്ത ഷട്ടർ തുറന്നാല്, ഡോക്ടർ പേഷ്യൻസ് വന്നാല്, ചാർട്ടർ അക്കൗണ്ട് വർക്ക് ചെയ്താല്, എംപ്ലോയി 10-5 വർക്ക് ചെയ്താല് മാത്രം വരുമാനം കിട്ടുന്ന ആളുകളാണ്. അപ്പൊ അതെന്താ കുഴപ്പം? അതുകൊണ്ട് അവർക്ക് അത്രയും കുറച്ച് വരുമാനം കിട്ടുള്ളൂ. ബോസ് അവർക്ക് അങ്ങനെ കൊടുക്കുള്ളൂ. സെൽഫ് എംപ്ലോയി ആണെങ്കിൽ അവർക്ക് അത്രേ കിട്ടുള്ളൂ. അത്രയധികം ബിസിനസ് ആർക്കും കിട്ടില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ഒരു പരിമിതമായ വരുമാനം തിരിക്കുക. എംപ്ലോയിനേക്കാളും എപ്പോഴും ബെറ്റർ ആയിരിക്കും ഡോക്ടറും ചാർട്ടർ അക്കൗണ്ടും ലോയറും. ഒരു സംശയമില്ല. ഒരു സ്വന്തമായിട്ട് കട നടത്തുന്ന വ്യക്തി അത് ഷട്ടർ ഓപ്പൺ ചെയ്യണം. കാലത്ത് 7 മണിക്ക് ഷട്ടർ ഓപ്പൺ ചെയ്യണം, രാത്രി 10 മണിക്ക് ഷട്ടർ ഇടാൻ പാടുള്ളൂ. അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് 24 hours പോലെ വർക്ക് ചെയ്ത് മനസ്സ് മുഴുവൻ കടമൊക്കെ വാങ്ങിച്ചു റോൾ ചെയ്യുന്ന ആ കച്ചവടക്കാരൻ നടന്നു പോകണം. നമ്മൾ അവരെ നിസ്സാരമായിട്ട് കാണരുത്. വളരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് ബിസിനസ്സുകാർ. സോ ആ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും അവരുടെ ഇൻകം നോക്കി ലോകത്തിലെ മൊത്തം വരുമാനം കിട്ടുന്ന 100% നോക്കുവാണെങ്കിൽ അതിൽ 10% മാത്രമേ ഇവർക്ക് വരുമാനമുള്ളൂ. ലോകത്തിന്റെ 90% ഈ എംപ്ലോയിയും സെൽഫ് എംപ്ലോയിയാണ്. അത്ര മനസ്സിലായല്ലോ. ഇനി അപ്പുറത്ത് നോക്കി ഇൻവെസ്റ്ററും ബിസിനസ് ഓണറും. ബിസിനസ് ഓണർ ആണെന്നറിയോ? ഒരു 10-500 എംപ്ലോയീസ് ഉള്ള ഒരു സ്ഥാപനം നടത്തുന്ന, ഒരു ഫാക്ടറി നടത്തുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓർഗനൈസേഷൻ നടത്തുന്ന വ്യക്തി, IT എന്തോ ആയിക്കോട്ടെ, 500 എംപ്ലോയീസ് ഉണ്ട്. അപ്പൊ ഇതിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ഉണ്ടാവും. അതുകൊണ്ട് അദ്ദേഹം റോൾ ചെയ്ത് ഒരു സിസ്റ്റം വഴിക്ക് റൺ ചെയ്യുന്ന ആരാണ് ബിസിനസ് ഓണർ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഓണർ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പുള്ളിക്ക് എന്ത് ചെയ്യാം?
പൈസ ഇൻവെസ്റ്റ് ചെയ്ത് സ്ഥലം വാങ്ങിച്ചു കൂട്ടാം, കെട്ടിടം വാങ്ങിച്ചു കൂട്ടാം, അതിന്റെ വാടക വേറെ കിട്ടും, പല പല ഇൻവെസ്റ്റ്മെന്റ് നടത്തും, അതിന്റെ വാടക വേറെ കിട്ടും, അങ്ങനെ ഇൻവെസ്റ്റ് ആയിട്ട് മാറാം. ഇവരാണ് ലോകത്തിന്റെ, ഇവരാകെ 10% ഉള്ളൂ. പക്ഷെ ഇവരുടെ കയ്യിലാണ് ലോകത്തിന്റെ സമ്പത്തിന്റെ 90%. എന്നാ വാറൻ ബഫറ്റും ബിൽഗേറ്റ്സും അങ്ങനത്തെ ആൾക്കാർ മുഴുവൻ നോക്കുക, ഹെൻറി ഫോർഡ് ഒക്കെ. അവർക്ക് സാധാരണക്കാർ എന്നിട്ടാ അവർ വളർന്നു വന്നു, സിസ്റ്റം വഴി ഓപ്പറേറ്റ് ചെയ്തു, വലിയ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുത്തു, അവർ രക്ഷപ്പെട്ടു. ഞാൻ നിങ്ങൾ ക്ഷണിക്കുന്നത്, ഈ എംപ്ലോയി സെൽഫ് എംപ്ലോയി നിൽക്കുന്ന നിങ്ങൾ ആരും ഇതിനായിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു ബിസിനസ് ഓണർ ആകാൻ മോദി കെയറിലൂടെ സാധിക്കും. ഇതാണ് ബ്യൂട്ടി. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതിലൂടെ ഒരു ബിസിനസ് ഓണറായിട്ട് മാറി നിങ്ങൾക്കും ഭാവിയിൽ ഒരു വലിയ ഇൻവെസ്റ്ററായിട്ട് മാറാൻ പറ്റും. നമ്മുടെ പ്രിയപ്പെട്ട സ്പോൺസേഴ്സ് ഇഷാത്താളും ദിനേശ് അടക്കം അതിന് സക്സസ് ആയ എല്ലാവരും തന്നെ നൂറുകണക്കിന് ആൾക്കാരുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്ററായിട്ട് മാറാൻ സാധ്യത ഈ ഓപ്പർച്യൂണിറ്റിയാണ്. 10,000-കണക്കിന് ആൾക്കാരെ എല്ലാ വർഷവും അവിടെ വീട് വെക്കാനും കാർ വാങ്ങാനും സാധിച്ചത് മോദിക്ക് വിളിക്കാൻ. ലക്ഷക്കണക്കിന് ആൾക്കാർ മോദിക്കൂടെ വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ അത് കാണിക്കുന്നത് എന്താ? ഇത് വലിയൊരു വ്യവസായമാണ്. ഇതാണ് പഠിക്കേണ്ടത്. അപ്പോ ഈ ഇടതുവശത്ത് നിൽക്കുന്ന ആൾക്കാർ വലതുവശത്തേക്ക് മാറുമ്പോൾ അവിടെ കാണിച്ചിട്ടുണ്ട് പാസീവ് ഇൻകം. കണ്ട, പാസീവ് ഇൻകം. ഒരിക്കൽ ചെയ്ത പ്രവൃത്തിക്ക് എന്നും വരുമാനം കിട്ടും. ഞാനൊരു എക്സാമ്പിൾ പറയാം. കൊല്ലത്ത് JP സാർ എന്ന വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു 3 വർഷം മുമ്പ് മരണപ്പെട്ടു. അതിന്റെ വൈഫിന്റെ പേര് ഫാത്തിമ എന്നാണ്. ഈ അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് അതിന് 3 ലക്ഷം എടുത്ത് വരുമാനം ഉണ്ടായിരുന്നു. ഇന്ന് JP സാറിന്റെ മരണശേഷവും വൈഫ് ഫാത്തിമ മാഡത്തിന് കഴിഞ്ഞ 3 വർഷമായിട്ടും 3 ലക്ഷത്തിൽ വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കൽ ചെയ്ത പ്രവൃത്തിക്ക് മോദിക്കര് ചെയ്ത ബിസിനസ്സിലാക്കിയ ശേഷം ആ വരുമാനം അവർക്ക് വരുമാനം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഫാത്തിമ മാഡത്തിന്. ഇതേപോലെ കണ്ണൂർ ഒരു ജേക്കബ് സാർ ഉണ്ടായിരുന്നു. സാറും വൈഫോട് പോണ സമയത്ത് കുട്ടി നടക്കണ്ടായിരുന്നു. 20 വർഷമുള്ള കാര്യമാണ്. ഈ കുട്ടി തെറിച്ചു പോയി റോഡ് സൈഡിൽ വീണു. അച്ഛനമ്മേര് ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു. ഈ കുട്ടി തിരിച്ചു പോകാൻ കുറിച്ച് രക്ഷപ്പെട്ടു. അവരും അവരുടെ ബ്രദറും അവരെ പഠിപ്പിക്കാനുള്ള ഫണ്ട് മുഴുവൻ മുടക്കിയത് മോദിക്കേരിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് കൊണ്ടാണ്. ഞാൻ പറയുന്നത് അതും ആ 20 വർഷവും അവരെ സംരക്ഷിച്ച് ഇന്ന് അവര് ഒരു സേഫ് ആക്കി മാറ്റാൻ അങ്ങനത്തെ ആയിരക്കണക്കിന് സ്റ്റോറീസ് ഇന്ന് ഇന്ത്യയിലുണ്ട്. ആകെ കേരളത്തിൽ മനസ്സിലാക്കണം, കേരളത്തിൽ ആകെപ്പാടെ ഈ ബിസിനസ്, ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തന്നെ 25,000 പേര് മാത്രമേ കേരളത്തിൽ വർക്ക് ചെയ്യുള്ളൂ. ആകെ 3.5 കോടി ജനസംഖ്യ കേരളത്തിൽ 25,000 പേര് മാത്രം മോദിക്കേര് മനസ്സിലാക്കി പേരിനെങ്കിലും വർക്ക് ചെയ്യുന്നു. ഇന്ത്യ ഒട്ടാകെ 57 ലക്ഷം ആളുകളുണ്ട്. അത്രേ വന്നിട്ടുള്ളൂ. ഇന്ത്യൻ ജനസംഖ്യ 140 കോടിയാണ്. 1% കൂടി വന്നിട്ടില്ല. ഈ കണക്കുകൾ വലിയൊരു ഡാറ്റാസ് നിങ്ങൾ ഒരുപാട് ഗുണം ചെയ്യും. ഓക്കെ, നമുക്ക് അടുത്തേക്ക് നോക്കാം. നിങ്ങൾക്ക് ഒരു സ്പീഡിൽ പോവാം. കണ്ട, ഞാൻ പറഞ്ഞു ഇടനിലക്കാരും പരസ്യക്കാരില്ല എന്ന് പറഞ്ഞു. കണ്ട, 100 രൂപയ്ക്ക് ഒരു മാർക്കറ്റിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ, ഇതാണ് ബിസിനസിന്റെ ബാക്ക് ബോൺ. 100 രൂപയ്ക്ക് പ്രൊഡക്റ്റ് നിന്ന് വാങ്ങിക്കുമ്പോൾ ശരിക്കും അതിന്റെ വില എത്രയുള്ളൂ? ഉണ്ടാക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ മാനുഫാക്ചർക്ക് 35 രൂപ അയക്ക് ലാഭമുണ്ട്. അദ്ദേഹം അത് ഇപ്പൊ കേരളത്തിൽ കേസ് എടുക്കാം. കേരളത്തിലെ ഒരു മൊത്ത വിതരണ ഡിസ്ട്രിബ്യൂട്ടർ കൊടുത്തു 45 രൂപ കൊടുത്തു. 10 രൂപ അതിന് ലാഭം കിട്ടി. അദ്ദേഹം ഒരു 60 രൂപക്ക് ആ ജില്ലയിലെ ഒരു അടുത്തുള്ള ജില്ലയിലെ കേരളത്തിലെ എല്ലാ ജില്ലകൾക്കും അദ്ദേഹം സപ്ലൈ ചെയ്തു 60 രൂപയ്ക്ക്. അപ്പൊ ആ ജില്ലയിൽ സപ്ലൈ ചെയ്യുന്ന മൊത്തം വിതരണക്കാരന് 20 രൂപ മാർജിൻ ഉണ്ട്. അദ്ദേഹം അത് നിങ്ങളുടെ അടുത്തുള്ള പലചരക്ക് വിൽപ്പന പ്രൊഫഷണൽ സ്റ്റോഴ്സിലേക്ക് കൊടുക്കുന്നു 75 രൂപയ്ക്ക്. അപ്പൊ പ്രൊഫഷണൽ സ്റ്റോഴ്സുകാർ കിട്ടുന്നത് 10 രൂപയിൽ. കണ്ടാ, അദ്ദേഹം നമുക്ക് വരുന്നത് 100 രൂപയ്ക്ക്. പുള്ളിയുടെ ലാഭം അത്രയാണ്, 25 രൂപ പുള്ളി ലാഭമുണ്ട്. ഇപ്പൊ എന്ത് മനസ്സിലാകത്ത്? ഇടനിലക്കാരെ പരസ്യക്കാരെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് 100 രൂപ വാങ്ങിക്കുമ്പോൾ നമ്മൾ പരസ്യം കാണുന്നുണ്ടല്ലേ, ബൂസ് കിട്ടോ മായ എനർജി അല്ലെ? ആ പരസ്യം നമുക്കൊരു ഊർജ്ജമല്ലേ? ആ പരസ്യം പുള്ളി ആ പറയുന്നതിന് പുള്ളിക്ക് 25 രൂപ അടുത്ത് കിട്ടുന്നുണ്ട്. പരസ്യക്കാർക്കും ഇടനിലക്കാർക്കും കൂടി ബാക്കി തുക അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയത്? നമുക്ക് കിട്ടിയത് മനസ്സമാധാനം മാത്രമേ ഉള്ളൂ. ആ പ്രൊഡക്റ്റിന് ഉള്ള ഗ്യാരണ്ടി ഉണ്ടോ? വൺസ് നിങ്ങൾ ബില്ലടിച്ച് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. കാര്യം ക്വാളിറ്റിക്കകത്ത് ഒരു അഷുറൻസും ഒരു കമ്പനിയും തരുന്നില്ല. ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിന് മുഴുവൻ 100% ഗ്യാരണ്ടി കമ്പനി കൊടുക്കുക. ആ ക്വാളിറ്റി കമ്പനി ഉറപ്പ് തരികയാണ്. ഞാൻ ഇഷ്ടപ്പെടാൻ കാരണം ഈ ഒരു പ്രധാനം 100% മണി ബാക്ക് ഗ്യാരണ്ടി കിട്ടുന്നതാണ് എന്നെ പോലെ ഒരു ഗസറ്റ് ഓഫീസർ ഈ ബിസിനസ്സിൽ എൻ്റർ ചെയ്യാൻ കാരണം. ഇത് പഠിക്കേണ്ട വിഷയവും വലിയൊരു കാര്യം ഞാൻ പറയാം. അതിന്റെ ബെനിഫിറ്റ് എന്താ? നമുക്ക് ലോ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, അതാണ് റിസ്കും ഇല്ല, ഒരു മുൻപരിചയം വേണ്ട. പിന്നെ ഞാൻ അറിയുന്ന കൊച്ചിയിലെ ഒരു മാഡം, അദ്ദേഹം 4ാം ക്ലാസ് ജയിച്ചു, 5ൽ തോറ്റുപോയി. പക്ഷെ ഇപ്പോ മോദിക്കേരുന്ന് ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കും. അവര് ഒരു 25 പ്രാവശ്യം വിദേശയാത്ര പോയിട്ടുണ്ട്. ആ മാഡത്തിന്റെ പേര് ജെസ്സി പീറ്റർ എന്നാണ്. ഞാൻ വളരെ ആരാധനയോടെ അവരുടെ ബുക്കാണ്. അരിപ്പൊടി വിറ്റിടുന്ന സ്ത്രീ. അവർ ഇത്രയും സക്സസ്ഫുൾ ആയി. നമുക്ക് പഠിക്കേണ്ട വിഷയം. ഒപ്പം എന്റെ സ്പോൺസർ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ചീഫ് എഞ്ചിനീയറാണ് ഫിലിപ്പ് സാറ് ഒരു ചീഫ് എഞ്ചിനീയറാണ്. അതായത് താഴെ 62 എഞ്ചിനീയേഴ്സ് ഉണ്ട്. അദ്ദേഹമായി ബിസിനസ് ഫുൾ ടൈം ചെയ്യുന്നു. അപ്പോ വിദ്യാഭ്യാസം ഇല്ലാണ്ട് ഒരു തരം നോക്കാതെ എല്ലാവരും ബിസിനസ് ചെയ്യുന്നു.
നോ പ്രമീസ് റിക്വയർഡ്, കടയിൽ നിന്ന് ആവശ്യമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാം. ഇനി ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ പ്രൊഡക്റ്റിനും നിങ്ങൾ ഏരിയയിൽ മുഴുവൻ സപ്ലൈ ആയിട്ട് മാറാം. ഇത് പഠിച്ച ശേഷം നിങ്ങൾക്ക് അങ്ങനെ മാറിയാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 70,000 മുടക്കിയാൽ 50,000 കമ്പനിയുടെ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. 20,000 കമ്പനി ഡെപ്പോസിറ്റ് ചെയ്യണം, 50,000 പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് DP സ്റ്റാർട്ട് ചെയ്യാം, ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ അർത്ഥം അത്ര വലിയ ഓപ്പർച്യൂണിറ്റി. ദെൻ അടുത്ത നോ മാൻ പവർ റിക്വയർഡ്, ഇത് ജോലിക്കാരൊന്നും വേണ്ട, നമ്മൾ പഠിക്കുക, നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുക. ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് വേറെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ എന്ത് ഈസിയാ. ഇതിന്റെ ഡെമോ കണ്ട അത്ഭുതപ്പെട്ടു. ഇതിന്റെ പ്രൊഡക്റ്റിന്റെ ഡെമോ എന്നെ അതിശയപ്പെടുത്തിയത്. ഇതിന്റെ പ്രൊഡക്റ്റിന്റെ പ്ലാൻ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ രാജാവ് ഒരു 15 മിനിറ്റ് കൊണ്ട് പ്ലാൻ പറയാം. ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ രാജ്ഞിയാണ്. രാജാവ് രാജ്ഞി ഇതിനകത്തുണ്ട്. രണ്ട് രാജാവ് രാജ്യം നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തിയാൽ മതി, നമുക്കൊരു വലിയ രാജ്യം ഭരിക്കാൻ പറ്റും. ഉണ്ടോ? ദെൻ പാസീവ് ഇൻകം, ഞാൻ നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ച കാര്യം, ഒരിക്കൽ ചെയ്ത പ്രവൃത്തിക്ക് എന്നും ഒരു 2 വർഷം ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യും. 4 ഓർഗനൈസേഷനൂടെ, പവർ ഓഫ് 4 ബാക്കി എന്നും എന്നും എത്ര കാലം തലമുറയുടെ വരുമാനം കിട്ടും. അതാണ് ടൈം ഫീഡ് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമായ സമയം കിട്ടും. ഒരു 5 വർഷം ചെയ്ത് റിട്ടയർ ചെയ്യാം. ഈ പ്രൊഡക്റ്റൊക്കെ വാങ്ങിച്ച് പിന്നെ ആരോഗ്യം സംരക്ഷിച്ച് മാത്രം നിന്നാൽ മതി. ഈ പ്രൊഡക്റ്റ് കഴിക്കുന്ന നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നവരും ഗ്യാരണ്ടിയാണ്. ഞാനിപ്പോ ഇന്ന് കോഫിയുടെ ഫേസ് വാഷ് ഉപയോഗിച്ച മുഖം കഴിക്കുന്നു. അങ്ങനെ പറയാൻ പറ്റില്ലേ? ശരിയില്ലേ? മൂറുമുണ്ട് ഫേഷ്യൽ ബാർ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഇത് പറയണ്ടേ? രഹസ്യം പറയണ്ടേ ബാബുജി? രഹസ്യം നിങ്ങൾ അറിയണം, ശരിയില്ലേ? നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ചാൽ മതി, നമുക്ക് പൈസ കിട്ടും. ആ കിട്ടിയ അറിവ് നമുക്ക് എന്റെ ഷുഗർ ലെവൽ കൺട്രോളായി. അപ്പൊ നമ്മൾ കരയിലെ ജാമൻ ജ്യൂസ് കഴിക്കാൻ പറഞ്ഞു, ഗ്ലൂക്കോസ് കഴിക്കുമ്പോൾ അവർ കഴിച്ചു. അത്രയുള്ള ബിസിനസ്, വേറെ ഒന്നുമില്ല. ഷെയർ ചെയ്യാം. നമ്മൾ സെൽഫ് യൂസ് ചെയ്തു, ഷെയർ ചെയ്തു. നമ്മുടെ വീട്ടിൽ വേറെ കോമ്പറ്റീവ് കമ്പനിയുടെ പ്രൊഡക്റ്റ് വീട്ടിൽ ഉപയോഗിക്കാതിരിക്കുക, അതാണ് ബുദ്ധി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ സ്വന്തം ബിസിനസ് ആണ്. സോ ബിസിനസ് ഫോർ ജനറേഷൻസ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. തലമുറയുടെ നമുക്ക് പാസ് ഓൺ ചെയ്യാം. നമ്മൾ കാലശേഷം നമ്മുടെ മക്കളും കൊച്ചുമക്കളും പറയും, ഇതാണ് ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദർ ഉണ്ടോ, അതിന് ഫോട്ടോ വെച്ച് എല്ലാ പെരുന്നാളും ആഘോഷിക്കും. അല്ലെങ്കിലോ പറയേണ്ട ആവശ്യമില്ലല്ലോ, അവരത്ര മൈൻഡ് ചെയ്യില്ല. അപ്പൊ നമ്മൾ എന്നും മൈൻഡ് ചെയ്യുന്ന രീതിയിൽ മാറ്റുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടെ ഞാൻ പറയുന്നത്. ഇത് നോക്കുക, ഇതിന്റെ കാരണഭൂതിരെ നോക്കുക. റായ് ബഹദൂർ ഗുജറാൻ മോഡി, ഇദ്ദേഹമാണ് ഈ 1933 ഈ മോദി എന്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ സ്റ്റാർട്ട് ചെയ്ത് അദ്ദേഹം ഒരു പഞ്ചസാര ഫാക്ടറിയിൽ നിന്ന് ആരംഭിച്ചു 27 വ്യവസായങ്ങൾ ആ സമയത്ത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ തുടങ്ങി. 27 വ്യവസായങ്ങൾ. അപ്പൊ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ വ്യക്തിയാണ് ഈ മോദി ഗ്രൂപ്പ്. ഉണ്ടോ? മോഡി ടയർ, മോഡി ലുഫ്താൻസ, മോഡി ആ വലിയ ടീം, അവർ മോഡി സെറോക്സ് മിഷനൊക്കെ. അവരുടെ മകനാണ് കെ മോഡി. അത് അച്ഛൻ ചെയ്തു വെച്ച 27 വ്യവസായങ്ങൾ അടക്കം ലോകത്തിന്റെ പല രാജ്യങ്ങൾക്ക് 100ലധികം രാജ്യങ്ങളിലേക്ക് ഈ ബിസിനസ് കൊളാബറേറ്റ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്തു. 100ലധികം രാജ്യങ്ങൾ. ഇപ്പൊ മോദി എന്റർപ്രൈസസ് 100ലധികം രാജ്യങ്ങളുണ്ട്. ഇപ്പൊ 120 രാജ്യങ്ങളുണ്ട്. അതൊരു 90,000 കോടി വിറ്റുവരായിട്ട് മാറി. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട സമീർ കെ മോദി സാറ് 3ാം തലമുറ മോദി കെയർ ലിമിറ്റഡ് എന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്റെ പാരമ്പര്യം നോക്കുക, അത്ര വലിയ കമ്പനിയാണ്. സമയത്ത് അദ്ദേഹം ഒരു കോടീശ്വരനാണ് ജനിച്ചപ്പോ തന്നെ. ഒരു ബോക്സറെ പുള്ളി, ഒരു വളരെ എന്റർപ്രണർഷിപ്പ് ഉള്ള വ്യക്തിയാണ്. അപ്പോൾ പുള്ളി അമേരിക്കയിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോയ സമയത്താണ് ഈ മോദിക്കിനെ കുറിച്ച് ഈ ഡയറക്ട് സെല്ലിനെ കുറിച്ച് പഠിക്കുന്നത്. അതുകൊണ്ട് ആ രാജ്യത്തിന്റെ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹം സമ്പന്നമാക്കിയ ബിസിനസ് ആണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പഠിച്ച പാഠം അതാണ്. തിരിച്ച് ഇന്ത്യ വന്നപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യക്കാരെ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യൂടാ? പുള്ളിക്ക് ഈ ബിസിനസിന്റെ ആവശ്യമില്ല. അപ്പൊ ഇന്ത്യക്കാർക്ക് സഹായിക്കാൻ വേണ്ടിയാണ് ആസാദി ഫോർ എവരി ഇന്ത്യൻ ഇതിൽ പുള്ളി 1996 മാർച്ച് 30 ഈ ഇൻഡസ്ട്രി ആരംഭിക്കുന്നത്. ഇതാണ് പഠിക്കുന്നത്. ഇതാ ഒരു റവല്യൂഷണറി ലീഡർ അദ്ദേഹം. അതിന്റെ കാഴ്ചപ്പാട് നമ്മൾ മുമ്പിക്കാണ്. ട്രാൻസ്ഫോമിംഗ് ദ ലൈഫ്സ് ഓഫ് മില്യൺസ് ഓഫ് ഡയറക്ട് സെല്ലേഴ്സ് ആൻഡ് ക്ലോക്കിംഗ് സ്ട്രോങ് മൊമെന്റം. ഇന്ത്യയിൽ വലിയ മൊമെന്റം ഉണ്ടായിക്കൊണ്ടിരിക്കുക അദ്ദേഹം. ഇത് നമുക്ക് പഠിക്കേണ്ട രസമാണ്. എന്താണ് ബിസിനസ് നോക്കിയ ചെറിയൊരു അവലോകനമാണ്. ഇപ്പോ 1,800 കോടി വിറ്റുവരവായി. 53 ലക്ഷം വ്യക്തികൾ ഇന്ന് ഈ പറഞ്ഞ സമയത്ത് കമ്പനിയിലുണ്ട്. ഇപ്പൊ അതിൽ കൂടുതൽ ആൾക്കാരുണ്ട്. 5 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഓഫീസ് വെയർഹൗസും കമ്പനിക്ക് ഇന്ന് ഓൾ ഓവർ ഇന്ത്യ ഉണ്ട്. അത് കേരളത്തിൽ 2 ഓഫീസ് തൃശ്ശൂരും ട്രിവാൻഡ്രത്തുണ്ട്. എറണാകുളത്തും ട്രിവാൻഡ്രത്തുണ്ട്. എറണാകുളത്ത് കൊച്ചിൻ MLC കൊച്ചിൻ മൈ ലൈഫ് സ്റ്റൈൽ സെന്റർ, അതൊരു കാണേണ്ട ഓഫീസാണ്. കോർപ്പറേറ്റ് ഗംഭീര ഓഫീസ്, കല്ലൂർ കടന്ന റോഡിലാണ്, ഗംഭീര ഓഫീസാണ്. ദെൻ അവിടെ ട്രെയിനിങ് എല്ലാ കാര്യങ്ങളും നമുക്കവിടെ ശക്തമായ പിന്തുണ കമ്പനിയുടെ ഒഫീഷ്യൽസ് ഉണ്ട്. നമ്മുടെ സ്പോൺസേഴ്സും കമ്പനിയുടെ ഒഫീഷ്യൽസും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും ഫുൾ ഫ്ലെഡ്ജ് റെഡിയാണ്, 24 hours റെഡിയാണ്. ദെൻ 10,000 പിൻകോഡിൽ ഇതിന്റെ സർവീസ് സപ്ലൈ ഉണ്ട്. കണ്ടോ? നമുക്ക് 10,000 പിൻകോഡിൽ സപ്ലൈ ഉണ്ട്. അത്ര വൈഡായിട്ട് നിങ്ങൾക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാന്ന് അർത്ഥം. 14,000 വിതരണ കേന്ദ്രങ്ങളുണ്ട്. DP ഈ 70,000 മുടക്കി സ്റ്റാർട്ട് ചെയ്യുന്ന 14,000 വിതരണ കേന്ദ്രങ്ങളുണ്ട്. ഞാനിവിടെ നിൽക്കുന്നു, എന്റെ 14 സ്റ്റേറ്റിൽ എന്റെ ബിസിനസ് നടക്കുന്നു. ചെറുതായിട്ട് ബിസിനസ് നടക്കുന്നത്. ഞാൻ തുടങ്ങിയിട്ടില്ല, ബിസിനസ് തുടങ്ങാൻ പോണേ ഉള്ളൂ.
10,000 ന്യൂ ജോയിനീസ് പെർ ഡേ. ഒരു ദിവസം 10,000-ലധികം ആൾക്കാരാണ് ജോയിൻ ചെയ്യുന്നത്. 5,000 ടൗൺസ് ഓപ്പറേഷൻസ് ഉണ്ട്. ഇതാണ് പഠിക്കേണ്ട ലെസൺസ്. കമ്പനിക്ക് ഏതാണ്ട് 18 കാറ്റഗറി, എല്ലാവരും നോട്ട് ചെയ്യേണ്ട വെക്കണം. ഇത് 14 കാറ്റഗറി ചെയ്യണം. 18 കാറ്റഗറിയിൽ 800-ലധികം ഉൽപ്പന്നങ്ങൾ ആയി കഴിഞ്ഞു. അത് വൈവിധ്യമായ ഉൽപ്പന്നങ്ങളാണ്. അത്ര റേഞ്ച് പെട്ടിട്ടുണ്ട്. അതിനകത്ത് പോഷകാഹാരങ്ങളുണ്ട്. ഈ അർബൻ കടന്ന് കമ്പനി കാണുന്നത് ലോകത്തെ ഏറ്റവും വലിയൊരു കമ്പനി ഉണ്ട്, കളർ കോസ്മെറ്റിക്സ് കമ്പനി ഉണ്ട്, എലിസബത്ത് ആർഡൻ, ഗുച്ചി. അത് കഴിഞ്ഞാൽ 3-ാം സ്ഥാനം നിൽക്കുന്ന കമ്പനി ഉണ്ട്, അതിന്റെ ഒരു കളർ ബാർ US എന്നാണ്. ആ കമ്പനി മോദിക്കറിന്റെ സ്വന്തം കമ്പനിയാണ്. ഈ സമീർ മോദിയുടെ ഓണർഷിപ്പ് ഉള്ള 2,500 കോടി വിറ്റുള്ള അമേരിക്ക നടന്ന സ്ഥാപനം. അതിന്റെ പ്രൊഡക്റ്റ് നമുക്ക് അർബൻ കളറിലൂടെ ഇവിടെ ലഭിക്കും. കണ്ടോ? അപ്പൊ ലുലുമാളിൽ കിട്ടുന്ന സാധനം നമുക്ക് മോദിക്കയിലൂടെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ കോഫിയുടെ ഫേസ് വാഷ് എന്ന് പറഞ്ഞില്ലേ, അത് അതൊരു പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. അതുപോലെ നമുക്ക് പേസ്റ്റ്, ബ്രഷ്, പൗഡർ, പയറും പരിപ്പും കടലൊഴിച്ച് ബാക്കി എല്ലാ ഉൽപ്പന്നം അടുത്തുണ്ട്. വണ്ടി ക്ലീൻ ചെയ്യുന്ന ഉൽപ്പന്നങ്ങള്, ആക്ടിവേറ്റ് എന്ന് പറഞ്ഞാൽ കൃഷിക്ക് ഉൽപാദനം 45% കൂട്ടുന്ന വെറ്ററും അങ്ങനെയായിട്ടുള്ള ഒരു ഉഗ്രം പ്രൊഡക്റ്റ്, കൃഷിയിൽ ഉൽപാദനം കൂട്ടാൻ സഹായിക്കുന്ന ഉൽപ്പന്നങ്ങൾ. വെലോസിറ്റി റേഞ്ചിൽ മെൻസ് ഗ്രൂമിങ് ഐറ്റംസ് വേറെ, മുടി ഡൈ ചെയ്യുന്ന ഐറ്റംസ് വേറെ, അതിനകത്ത് അമോണിയം പാരാബിനും ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ, അങ്ങനത്തെ പാത്രങ്ങൾ, അലക്കുന്ന എല്ലാ റേഞ്ച് പ്രൊഡക്റ്റും കമ്പനി. പോഷകാഹാരങ്ങൾ, ഇതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാര്യം നമുക്ക് പരിചയപ്പെട്ട എല്ലാവർക്കും പോഷകാഹാരത്തിന് കുറവുണ്ട്. ഈ പോഷകാഹാര കുറവ് പരിഹരിച്ചു കൊടുത്താൽ അവരുടെ അസുഖങ്ങൾ പമ്പ കിടക്കും. ഈ സത്യമാണ് മോദിക്കരോട് ഞാൻ ആൾക്കാരോട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കുറെ പേര് അവരുടെ ജോയിന്റ്സ് പെയിൻ പ്രശ്നം മാറി കിട്ടി, പല ഷുഗറിന്, പ്രഷർ, കൊളസ്ട്രോൾ, പല പ്രശ്നം മാറി കിട്ടി. അപ്പൊ അങ്ങനെ സഹായിക്കുന്ന ഫുഡ് സപ്ലിമെന്റ്സ് ഇതിനകത്തുണ്ട്. ഇത് പഠിച്ചോളണം. ഇത് ഞാൻ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞാൽ സാധിക്കില്ല. പ്രൊഡക്റ്റ് ട്രെയിനിങ് നാളെ വരുന്നത്. നാളെ നടക്കുന്ന പ്രോഗ്രാം നമുക്ക് മസിൽ, എപ്പോഴും എല്ലാവർക്കും മസിൽ വിട്ട് കയറുന്ന പ്രത്യേകതയുണ്ട്. ആ മസിൽ വിട്ട് കയറുന്ന പ്രക്രിയക്ക് എങ്ങനെ പരിഹാരം, ഒരു കുടുംബത്തിന് മുഴുവൻ പ്രശ്നങ്ങൾ പരിഹാരമുണ്ട്. നാളെ ഡോക്ടർ രാജേഷ് സാറ് നാളെ 8 മണിക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഒരാളെ മിസ്സാക്കരുത് ആ പ്രോഗ്രാം. ഓക്കെ. മോദിവേൽ ഇപ്പൊ ഇറങ്ങിയ പ്രൊഡക്റ്റാണ് ഫോറസ്റ്റ് നെക്ടർ, സൗന്ദര്യവർദ്ധക വസ്തുക്കളും മുടി സംരക്ഷിക്കുന്ന ഉൽപ്പന്നങ്ങൾ. ഷേപ്പ് ഷിഫ്റ്റ്, എനിക്ക് വണ്ണം 83 കിലോ ആയിരുന്നു കഴിഞ്ഞ ഏപ്രിൽ മാസം. അത് ഏപ്രിൽ മാസം ഈ പ്രൊഡക്റ്റ്, ഷേപ്പ് ഷിഫ്റ്റ് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു. ഞാൻ 1-ാം തീയതി പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങി. ഏപ്രിൽ, മെയ്, ജൂണില് എന്റെ 9 കിലോ എന്റെ ശരീരത്തിൽ മാറ്റി തന്നു. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, മോദിക്ക് നന്ദി പറയുന്നു, സമീർ മോദിന് നന്ദി പറയുന്നു, എന്റെ സ്പോൺസേഴ്സ് മുഴുവൻ 1000 നന്ദി പറയാം. അത് അങ്ങനത്തെ പ്രൊഡക്റ്റ് ഷേപ്പ് ഷിഫ്റ്റ്, വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന, വെയിറ്റ് മാനേജ് സഹായിക്കുന്ന പ്രൊഡക്റ്റ്. സോൾ ഷെഫ്, ഇത് നമുക്ക് വീട്ടിൽ വെക്കുന്ന പ്ലാസ്റ്റിക് അറിഞ്ഞിരിക്കുക. ആ പ്ലാസ്റ്റിക്കിനകത്ത് അധികം നേരം നമുക്ക് ഭക്ഷണപദാർത്ഥങ്ങൾ സൂക്ഷിക്കാൻ പാടില്ല. വിഷാംശം പ്ലാസ്റ്റിക്കിന് ഭക്ഷണത്തിൽ പകരും. അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും. അപ്പൊ അതിനുവേണ്ടി വിഷാംശം വരാത്ത രീതിയിലുള്ള ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ഉള്ള ഒരു ഇതാണ് സോൾ ഷെഫ് എന്ന കണ്ടെയ്നർ ബോക്സ്. അത് ഒരു 10 വർഷം വെച്ചാലും ചീത്താവില്ല. അങ്ങനെ അതിനകത്ത് ഏറൊക്കെ വാക്വമൊക്കെ എടുത്ത് സൂക്ഷിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഉൽപ്പന്നം സോൾ ഷെഫ്. ഇതൊരു അമേസിങ് ക്വാളിറ്റി. നമുക്ക് എല്ലാ ക്വാളിറ്റിയിലും സാധനം നമുക്ക് ലഭിക്കാം. അങ്ങനെ നിങ്ങളുടെ കടയിൽ നിന്ന് മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് മോദിക്കറിൽ ജോയിൻ ചെയ്തുകൊണ്ട് 10 പൈസ മുടക്കാതെ തന്നെ നിങ്ങൾക്ക് സമ്പന്നമാക്കാനും ജീവിതത്തിൽ മാറ്റാൻ വരെ നിങ്ങൾക്ക് അഡ്വൈസറായിട്ട് ഇതിന്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാം. പ്രൊഫൈഡ് കസ്റ്റമറായിട്ട് പ്രൊഡക്റ്റ് മാത്രം വാങ്ങിച്ച്, ലോയൽറ്റി മാത്രം വാങ്ങിച്ച് അതിന്റെ ബെനിഫിറ്റ് ഏൺ ചെയ്യാം. 2 രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം ബിസിനസ്. 12 തരത്തിലെ വരുമാനം നമുക്ക് അഡ്വൈസർക്ക് ലഭിക്കും. അതാണ് ഈ കാണിക്കുന്നുണ്ടോ. അവര് 33% വരെ സേവിംഗ് കൺസംഷൻ, പ്രോഗ്രഷൻ ബോണസ്, ചെയ്യുന്ന ബിസിനസ് ആസ്മാക്കി 6% വരെ അത് ലഭിക്കുന്നു. പവർ ഓഫ് എത്തിയ അതിന് 5% വേറെ ലഭിക്കും. 4 പേര് ബിസിനസ് സ്പോൺസർ ആൾക്കാർക്കുള്ള സ്പെഷ്യൽ സമ്മാനമാണ്. അവര് എയും ബിയും സിയും ഡിയും 50 പോയിന്റ് വാല്യൂവിന്റെ ബിസിനസ് 3000 ബിസിനസ് ചെയ്യും. നമ്മൾ 3000 ബിസിനസ് ചെയ്യുകയാണ്, നമുക്ക് പവർ ഓഫ് ആ വരുമാനം ലഭിക്കും. അങ്ങനെ നമ്മൾ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ നമുക്ക് 1100 PV എത്തിയാൽ മതി. മലേഷ്യ പോകണമെങ്കിൽ നമുക്ക് 1250 PV എത്തേണ്ടത്. 1100 PV നമുക്ക് വരുമാനം കിട്ടും. അത് നമുക്ക് ഡയറക്ടർ ബോണസും വെഹിക്കിൾ ബോണസും നാഷണൽ ട്രാവൽ ബോണസും ലഭിക്കുന്നു. പിന്നെ നമ്മുടെ താഴെ ഒരു വ്യക്തിയെ ഡയറക്ടർ ആക്കുമ്പോൾ നമ്മൾ അറിയപ്പെടുന്ന സീനിയർ ഡയറക്ടർ. അപ്പൊ നമുക്ക് 7ാമത്തെ വരുമാനമായ മെന്റർഷിപ്പ് ബോണസ് ലഭിക്കുന്നു. 15%, വലിയ വരുമാനമാണ്. ആ മെന്റർഷിപ്പ് ബോണസ് ലഭിക്കുകയെന്ന് അറിയും. നമ്മുടെ ഗ്രൂപ്പിനകത്ത് ആ വ്യക്തി, അതിന് താഴെ വലിയൊരു ഗ്രൂപ്പ് 3600 പോയിന്റ് വാല്യൂ. ഒരു പോയിന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 27 ബിസിനസ് വോളിയം, BV എന്ന് പറയും. ഒരു PV = 57 BV = ഏതാണ്ട് റുപ്പീസ് കണക്ക് പറയുമ്പോൾ 54 രൂപ വരും. അപ്പൊ 1, 27, 54. ഇത് ജസ്റ്റ് അറിയിക്കാൻ വേണ്ടി മാത്രം പറയാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ അവർക്ക് മെന്റർഷിപ്പ് ബോണസിന് നല്ല വരുമാനം, ഒരു സീനിയർ ഡയറക്ടർ ലെവൽ വാങ്ങിച്ചെടുക്കാം. 2 പേരെ നമ്മള് ഡയറക്ടർ ആക്കുക ചെയ്യുന്ന വഴി നമ്മുടെ ടീം ഓർഗനൈസേഷൻ വളരാൻ തുടങ്ങും. അതിലൂടെ നമുക്ക് വിദേശയാത്ര പോകാനുള്ള ഫണ്ട് നമുക്ക് 6% അത് വേറെ തരും. നമുക്ക് 3 പേരെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ, അവരെ ഡയറക്ടർ ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കമ്പനി കാർ വാങ്ങിക്കാനുള്ള ഫണ്ട്, ലക്ഷറി കാർ ഫണ്ട്. ഞാൻ എന്റെ പിറകെ കിടക്കുന്ന കാർ വാങ്ങിച്ചത് അതുകൊണ്ടാണ്. അപ്പൊ മഹീന്ദ്രയുടെ SUV ആണ്.
13 ലക്ഷത്തിന്റെ കാർ വാങ്ങിക്കാൻ സാധിച്ചത് ഇലക്ട്രിക് കാർ ഫണ്ട് കൊണ്ടാണ്. 5% ലഭിക്കും. വീട് വെക്കാനുള്ള ഫണ്ട് ലഭിക്കാൻ 4 പേരെ വിജയിപ്പിച്ചാല് അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് അവർക്ക് നല്ല വരുമാനം വാങ്ങിച്ചു കൊടുത്തു നമുക്ക് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ പ്ലാറ്റിനം എന്നറിയപ്പെടും. അപ്പൊ നമുക്ക് 4% ഡ്രീം ഹൗസ് ബോണസ് കിട്ടും. പിന്നെ അങ്ങനെ പോകുമ്പോൾ നമുക്ക് റെഡ് ഡയമണ്ടും ബ്ലൂ ഡയമണ്ടൊക്കെ ആകാൻ പറ്റും. ഇതാണ് ബിസിനസിന്റെ ഏറ്റവും സിമ്പിളുള്ള കാര്യം. ഇത് ആദ്യം പറഞ്ഞു, എന്ത് പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും നമുക്ക് 33% വരെ നമുക്ക് ലാഭം ഏൺ ചെയ്യാൻ പറ്റും. 6 മാസം വാങ്ങിക്കുകയാണെങ്കിൽ ലോയൽറ്റി കിട്ടും. 12 മാസം വാങ്ങിക്കുകയാണെങ്കിൽ ലോയൽറ്റി പ്ലസ് ലഭിക്കും. അത് പഠിക്കണം. ഈ ലോയൽറ്റി പ്ലസ് എന്നെ ഏറ്റവും ആദ്യം എന്നെ ചിന്തിപ്പിച്ച അതിശയിപ്പിച്ചൊരു പ്രോഗ്രാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ലോയൽറ്റി കസ്റ്റമറായിട്ട് മാറാൻ ശ്രമിച്ചോളണം. ഇതാണ് ലോയൽറ്റിയുടെ കാരണം. നമുക്ക് 12 മാസം വാങ്ങിക്കുമ്പോൾ നമുക്ക് 30,000 രൂപ കൊടുത്ത് മാക്സിമം ഫ്രീ ലഭിക്കും. ഉണ്ടോ? മിനിമം ഒരു മാസം 1,800 വാങ്ങിച്ചാൽ 1,800 കിട്ടും. 3,000 വാങ്ങിച്ചാൽ ഒരു 12,000 സാധനം നമുക്ക് 3,000 വെച്ചിട്ട് 3 മാസം 9,000 സാധനം പ്രൊഡക്റ്റ് ലഭിക്കും. 5,000 വാങ്ങിക്കണമെങ്കിൽ ഒരു വർഷം മാക്സിമം 3 മാസം പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ 15,000 കിട്ടും. ഈ 10,000 നിങ്ങൾ ഒരു മാസം ആവറേജ് ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 30,000 പ്രൊഡക്റ്റ് കമ്പനി ഫ്രീ തരും. എന്റെ ഒരു ആവറേജ് ബിസിനസ് 10,000 മേളിൽ ഞാൻ ശ്രമിക്കുക. കഴിഞ്ഞ 5 വർഷം കൊണ്ട് എല്ലാ വർഷവും ആവറേജ് എന്റെ അന്ന് 7,000 മതിയായിരുന്നു. ഇന്നാണ് 10,000 ആക്കിയാണ്. അപ്പോ 21,000 വെച്ചിട്ട് 5 വർഷം ലഭിച്ച് 1 ലക്ഷത്തിലേക്ക് ഉൽപ്പന്നം ഫ്രീ കിട്ടിയ ഒരു അഡ്വൈസറുടെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. ഓക്കെ, റീപർച്ചേസ് പ്രോഗ്രാം എല്ലാ മാസവും 15-ാം തീയതി നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1,000 രൂപ സാധനം വാങ്ങിക്കുമ്പോൾ 200 പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. ഫ്രീ പർച്ചേസ് ആണ്. 2,000 വാങ്ങിക്കുമ്പോൾ 350 രൂപ പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. 3,000 വാങ്ങിക്കുമ്പോൾ 3,000 സാധനം വാങ്ങിക്കുമ്പോൾ MRP ഉള്ള DP ഉള്ള സാധനം വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് 500 രൂപ വരെയുള്ള പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. 5,000 പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ നമുക്ക് 900 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. അതായത് ഫ്രീ പർച്ചേസ് ഓഫർ 15-ാം തീയതി തീരും. പിന്നെ 20-ാം തീയതി നമുക്ക് ലോയൽറ്റി തീരും. ഇന്ന് ലോയൽറ്റി ഡേ ആണ്. ചെയ്യാത്ത എല്ലാവരും ഇന്ന് രാത്രി 12 മണിക്ക് ലോയൽറ്റി കസ്റ്റമർ നിങ്ങൾ അടുത്ത DP വിളിച്ചോ എങ്ങനെയും അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ അപ്ലൈ വിളിച്ചോ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പ്രോഗ്രഷൻ ബോണസ് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ബിസിനസിന്റെ പ്രോഗ്രഷൻ അനുസരിച്ച് വരുമാനം കിട്ടുന്ന അതിന് ഏൺ ചെയ്യാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ്. എന്താ 2%, 3%, 4%, 5%, 6%. ഇത് ഡയറക്ടർ ആവുമ്പോൾ നമുക്ക് 6% തൊട്ട് എല്ലാ മാസവും ലഭിക്കുന്ന അവസ്ഥയും. ഇപ്പൊ എല്ലാ മാസം ഡയറക്ടർ ആവണം. 1,000 PV എല്ലാ മാസം എത്തുന്ന വ്യക്തിക്ക് പേഴ്സണൽ PV ഒരു 50 PV ചെയ്താൽ മതി, അതിന് വരുമാനം ലഭിക്കും. 404 ഇതാണ് ഈ ബിസിനസിന്റെ കാതലായ കാര്യം. 4 പേര് വിജയിപ്പിച്ചുകൊണ്ട് നമുക്ക് വലിയൊരു ബിസിനസ് ഓർഗനൈസേഷൻ, ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, വിതരണ ശൃംഖല ഇന്ത്യ ഒട്ടാകെ വ്യാപിപ്പിക്കാൻ പറ്റും. ഇപ്പോ അതിന് ആദ്യം മൈൽസ്റ്റോൺ നമ്പർ 1 നോക്കുക. 4 പേര് 50 പോയിന്റ് വാല്യൂ ചെയ്തു. അതിലൂടെ നമുക്ക് 4,000 രൂപ എടുത്ത് 2,000 രൂപ എടുത്ത് വരുമാനം കമ്പനി 2 ഷെയർ നമുക്ക് തരും. അതാണ് മൈൽസ്റ്റോൺ നമ്പർ 1. ഇത് പഠിക്കണം, ഇത് ചെയ്യണം. മൈൽസ്റ്റോൺ നമ്പർ 2 അതിന് താഴെ ആ 4 പേര് വന്നതിന് ശേഷം അവരുടെ താഴെ ഏതെങ്കിലും 12 പേര് ആ 4 ലക്കിനകത്ത് മിനിമം 2 ലക്കിന് ഒരു ഗ്രൂപ്പിനകത്ത് 7 ഗ്രൂപ്പിനകത്ത് മിനിമം 2 പേരെങ്കിലും വേണം. അങ്ങനെ 12 പേര് നിങ്ങൾ ഗ്രൂപ്പിൽ വരുവാണെങ്കിൽ മൈൽസ്റ്റോൺ നമ്പർ 2 ആയി. അപ്പൊ നിങ്ങൾക്ക് സ്ട്രോങ് ഫൗണ്ടേഷൻ ആയി ബിസിനസിന്. ഇതാണ് ഈ ബിസിനസ് പഠിക്കേണ്ട കാതലായ പില്ലർ എന്ന് പറഞ്ഞാൽ ഈ മൈൽസ്റ്റോൺ ആണ്, ഈ 404 ആണ്. സോ അതിലൂടെ നിങ്ങൾ ഡയറക്ടറായി നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ ഡയറക്ടർ ബോണസ് ലഭിക്കുന്നു 15%. വെഹിക്കിൾ ബോണസ് ആയിട്ട് വണ്ടി വാങ്ങിക്കാനുള്ള ഫണ്ട് 2,500 രൂപ ഒരു മന്തിൽ ലഭിക്കും ഡയറക്ടർക്ക്. കണ്ടാ, ഒരു ചെറിയ നല്ല ബൈക്ക് വാങ്ങിക്കാൻ മന്തിൽ 2,500 രൂപ വരെ മാക്സിമം ലഭിക്കും. ഇന്ത്യയിൽ നമുക്ക് ടൂർ പോകാൻ നമുക്ക് നാഷണൽ ട്രാവൽ ഫണ്ട് ലഭിക്കും. ഇപ്പൊ കൊടൈക്കനാൽ ട്രിപ്പ് ഞങ്ങൾ പോയി വന്നേ ഉള്ളൂ. ഒരു 5 സ്റ്റാർ അക്കോമഡേഷനിൽ 10 പൈസ മുടക്കാതെ ഗംഭീരമായി ട്രീറ്റ് ചെയ്ത് അതിന് കമ്പനി 5,000 രൂപ ആ ഡയറക്ടർ ആവുന്ന എല്ലാവർക്കും കൊടുക്കും ഫ്രീ ആയിട്ട്. ആ ഫ്രീ ട്രിപ്പ് എൻജോയ് ചെയ്യാം. ദെൻ അടുത്ത ഈ 3 പൂളും കഴിഞ്ഞു. കണ്ടോ, ഈ 3 പൂളിലെ വരുമാനം ആദ്യത്തെ 3 പൂള് കഴിഞ്ഞു. ഡയറക്ടർ ബോണസ്, വെഹിക്കിൾ ബോണസ്, നാഷണൽ ട്രാവൽ ബോണസ്. ഇനിയാണ് നമുക്ക് കൂടുതൽ ആഗ്രഹം വിജയിപ്പിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ വിജയിപ്പിച്ച് നമുക്ക് സീനിയർ ആവാം. സീനിയർ ആകുമ്പോൾ കമ്പനി കുറെ കൂടി വലിയ എങ്കിലും ലഭിക്കാം. കണ്ടോ, കൊടുത്തിട്ടുണ്ട്. നമുക്ക് പേഴ്സണൽ PV എത്ര ഡെവലപ്പ് ചെയ്യണമെന്ന് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡയറക്ടർ ആണെങ്കിൽ ഇവിടെ താഴെ ഒരു സീനിയർ ആണെങ്കിൽ താഴെ ഒരു വ്യക്തി ഡയറക്ടർ ആക്കുകയും ബാക്കി 900 പേഴ്സണൽ PGP നമുക്ക് തീർച്ചയായിട്ടും ഒരു നല്ല വരുമാനം നമുക്ക് സീനിയർ ആയിട്ടുള്ള റാങ്കിലേക്ക് എത്താം. 2 പേര് ഡയറക്ടർ ആക്കിയാൽ നമുക്ക് വിദേശ യാത്ര ഫണ്ട് ലഭിക്കും. അത് ആലോചിച്ച് നോക്കണം, വലിയ തുകയാണ്. അത് നമുക്ക് കാണിച്ചു തരാം. 3 ഡയറക്ടർ ആക്കിയാൽ നമുക്ക് കാർ ഫണ്ട് ലഭിക്കും. 300 PGP നമുക്ക് എക്സ്ട്രാ ചെയ്യണം. 4 പേര് ഡയറക്ടർ ആക്കിയാൽ നമ്മൾ 50 PV ചെയ്താൽ പോരാ, 100 PV തന്നെ ചെയ്യണം. ഉണ്ടോ? പിന്നെ അങ്ങനെ റെഡ് ഡയമണ്ട്, ഡബിൾ റെഡ് ഡയമണ്ട്, ട്രിപ്പിൾ റെഡ് ഡയമണ്ട്, ബ്ലൂ ഡയമണ്ട്, ഡബിൾ ബ്ലൂ ഡയമണ്ട്, ഗ്ലോബൽ ബ്ലൂ ഡയമണ്ട്, അങ്ങനെ പല ലെവൽസ് ഉണ്ട്. ഞാനിത് റെഡ് ഡയമണ്ട് ലെവലിൽ നിൽക്കുന്ന വ്യക്തിയാണ്. ഇത് മെന്റർഷിപ്പ് ബോണസ്. ഇവിടെ രസകരമായ കാര്യം, ഞാൻ സ്പോൺസർ ചെയ്ത ആളും റെഡ് ഡയമണ്ട് ആയി. കണ്ടോ, അപ്പൊ നമുക്ക് ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഒരാൾക്ക് എല്ലാവർക്കും ആകാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ്. മെന്റർഷിപ്പ് ബോണസ് പഠിക്കേണ്ട വിഷയമാണ്. നമ്മുടെ ഗ്രൂപ്പിലെ ഓരോ വ്യക്തി ഡയറക്ടറാക്കി, അതേ നമ്മളപ്പോൾ സീനിയറായി ആ വ്യക്തിയെ ഒരു 3,000 പോയിന്റ് വരെ എത്തിയാൽ നമുക്ക് കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂല് വലിയൊരു വരുമാനം കിട്ടുന്ന അവസ്ഥ. ഒരു 10,000-20,000 മേളിൽ വരുമാനം കിട്ടുന്നതാണ് മെന്റർഷിപ്പ് ബോണസ്. 7ാമത്തെ കാര്യം. 8ാമത്തെ വേൾഡ് ട്രാവൽ ഫണ്ടാണ്.
മാക്സിമം നോക്കി 30,000 വരെ 2 പേരെ വിജയിപ്പിച്ചാൽ നമുക്ക് 30,000 വരെ ടൂർ ഫണ്ട് ലഭിക്കും. ഇത് പഠിക്കേണ്ട വിഷയമാണ്. 30,000 വരെ മാക്സിമം ഉണ്ടാവും. നിങ്ങളുടെ ബിസിനസ് വോളിയം അത് ഡിഫറെന്റ് ചെയ്യുന്നുണ്ടാവും. കാർ വാങ്ങിക്കാൻ ഫണ്ട് നമുക്ക് 40,000 വരെ കിട്ടും. 3 പേരെ വിജയിപ്പിച്ചാൽ മതി. അപ്പൊ കാർ വാങ്ങിക്കാൻ സ്വപ്ന വാഹനം സ്വന്തമാക്കാൻ പറ്റും. ഇത് പഠിക്കുന്ന വിഷയം. ഇപ്പോ ഒരു 4 പേര് ഡയറക്ടർ ആക്കുമ്പോൾ നമ്മൾ അറിയുന്ന പ്ലാറ്റിനം എന്നാണ്. ആ ലെവലിൽ നമുക്ക് 50,000 വേണ്ടി വീട് വെക്കാനുള്ള ഫണ്ട് തരും. ഇതും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പൊ നമുക്കൊരു 4 പേരിലൂടെ നമുക്ക് വീട് വെക്കാനുള്ള ഫണ്ട് കമ്പനിയുടെ 10 വരുമാനം നേടാൻ പറ്റുന്ന ഒരു സുവർണ അവസരമല്ലേ? അപ്പൊ ഇത് പഠിക്കേണ്ടേ ശരി. നമുക്ക് ഈ പ്ലാൻ കൊണ്ട് അധികം പഠിപ്പിക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങളുടെ സ്പോൺസറോട് കൂടെ ഇരിക്കുക. ഈ കാര്യം പഠിക്കുക പെട്ടെന്ന് തന്നെ. റെഡ് ഡയമണ്ട് ഡയറക്ടർ നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത് 4% റെഡ് ഡയമണ്ട് ആവുന്ന ആൾക്കാർക്ക് റെഡ് ഡയമണ്ട് ബോണസ് ലഭിക്കും. ഇതാണ് 4%. ബ്ലൂ ഡയമണ്ട് ആഗ്രഹം ബ്ലൂ ഡയമണ്ട് ബോണസ് ലഭിക്കും 3%. ആ റെഡ് ഡയമണ്ട് ബോണസ് ഒരു 3 ലക്ഷം വരെ കിട്ടും. ബ്ലൂ ഡയമണ്ട് ബോണസ് ഒരു 10 ലക്ഷം വരെ ബോണസ് മാത്രം ലഭിക്കും. അപ്പൊ ആലോചിച്ച് നോക്കുക. എന്റെ സ്പോൺസർ ഇൻകം എന്റെ 30 lakhs ആണ് മന്ത്ലി കിട്ടുന്നത്. ഇതൊക്കെ ധാരാളം പറയാം, ആര് വിശ്വസിക്കും? ഇതാണ് ബിസിനസ്. അപ്പൊ അങ്ങനെ വാങ്ങിക്കുന്ന ഒരുപാട് പേര്, ഒരു ഡോക്ടർ സുരേഖ ഭാർഗവ ഡൽഹിയിലുള്ള, ഞാൻ മാഡത്തിന്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഡൽഹി പോയിട്ടുണ്ട്. 1.25 കോടിയാണ് ഒരു മാസം വരുമാനം വാങ്ങിക്കുന്നത്. ഇതാണ് ഓപ്പർച്യൂണിറ്റി പ്രത്യേകത. അപ്പൊ ഇങ്ങനെ നമുക്ക് ജസ്റ്റ് 4 ഓർഗനൈസേഷനോടെ ഡയറക്ടറും പ്ലാറ്റിനവും ഗ്ലോബൽ ബ്ലൂ ഡയമണ്ട് വരുത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിന്റെ ഞാൻ സമ്മറി പറയാണ്. നമുക്ക് ഏത് ലെവലും ഏത് റാങ്കും നമുക്ക് നേടാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിനകത്ത് റോഡ് ടു ഫ്രീഡം എന്നൊരു ആപ്പ് ഉണ്ട്. ഇതിലൂടെ നമുക്ക് ബിസിനസ് ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരുപാട് കാര്യം പഠിക്കാൻ പറ്റും. ആ ആപ്പിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അതിനകത്ത് SPPM അക്കാഡമി ഉണ്ട്. അതിൽ കയറി രജിസ്റ്റർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഈ വീട്ടിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് കംപ്ലീറ്റ് കാര്യവും ഈ 2 ആപ്പിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഒരാളെ സഹായിയിലൂടെ തന്നെ പഠിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ പരമാവധി അങ്ങനത്തെ സോഷ്യൽ മീഡിയ ശരിക്കും ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് ടീം ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ആൻസർ ടു യുവർ സെൽഫ്. നിങ്ങൾ സ്വയം ചോദിച്ചു വെക്കാം. ഞാൻ മോദിക്കലേക്ക് വെൽക്കം ചെയ്യുന്ന ഈ രീതിയിലാണ്. ഇഫ് നോട്ട് മോദിക്കർ അല്ല എങ്കിൽ നമുക്ക് എന്താണ് ഇത്ര സത്യമായി ചെയ്യുന്ന ഒരു കമ്പനി വേറെ ഏതാ നമുക്ക് കിട്ടുക? ഇഫ് നോട്ട് യു, നമ്മളല്ലെങ്കിൽ പിന്നെ ആരാ ഇത് വയ്ക്കാൻ നിൽക്കുക? ഇഫ് നോട്ട് നൗ, ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ചെയ്യാൻ സാധിക്കുന്നത്? അപ്പൊ നമുക്കൊരു 1000 മൈൽ പോകാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ വെക്കുക. ബാക്കി നിങ്ങളെ ഏത് ലെവലിൽ എത്തിക്കാൻ സമീർ മോദി സാറുടെ ഒക്കെ ഉള്ള നമ്മളൊരു സ്റ്റെപ്പ് വെച്ച് 2 സ്റ്റെപ്പ് വെക്കാൻ സമീർ മോദി സാർ റെഡിയാണ്. നിങ്ങളുടെ ലീഡേഴ്സ് അടക്കം ഞാനടക്കമുള്ള എല്ലാവരും നിങ്ങളെ സഹായിക്കാൻ റെഡിയാണ്. സോ ആ ഒരു അത്ഭുത ലോകത്തേക്ക് ഞാൻ എല്ലാവരും സ്വാഗതം ചെയ്യാൻ. ഇനി നമുക്ക് 2 വ്യക്തികളെ പരിചയപ്പെടാനുണ്ട്. നമ്മുടെ ബിസിനകത്ത് വന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് അതിനകത്തൊരു ഇപ്പോ അദ്ദേഹം ED ലെവൽ എക്സിക്യൂട്ടീവ് ലെവലിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു കമ്പനി എംപ്ലോയി ആയിരുന്നു. അവിടുന്ന് സ്വന്തമായിട്ട് ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ബാക്കിയുള്ള അദ്ദേഹം നേരിട്ട് പറയും. ഞാൻ ഓവർ ടു മിസ്റ്റർ ബാബു സിയാർ സാർ. വെൽക്കം ബാബു സിയാർ സാറിന്റെ വീഡിയോ ഓൺ ചെയ്യാം. ഒറ്റ മിനിറ്റ്. ഓക്കെ, വെൽക്കം സാറേ. ഓഡിയബിൾ ആണോ സാറേ? യെസ്, പറഞ്ഞോളൂ. വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് സാറ് പറഞ്ഞു ബാബു സിയാർ. ഞാൻ ആലുവയ്ക്കടുത്ത് 38 എന്ന സ്ഥലത്താണ്. അവിടെ ഏതാണ്ട് 21 വർഷം ഒരു കമ്പനിയിൽ ജോലി ചെയ്തു. ആ കമ്പനിയുടെ പേര് ശ്രീശക്തി പേപ്പർ മിൽസ്. 21 വർഷം. അതിനുശേഷം നമുക്കൊക്കെ അറിയാം, നമ്മുടെ ജീവിതമാണത്. ഒരു സുപ്രഭാതത്തിൽ കമ്പനി പൂട്ടിപ്പോയി. നമുക്കറിയാം നമ്മുടെ വരുമാനം നിലച്ചു. വേറെ മാർഗമില്ല. ഒരു കമ്പനി എംപ്ലോയിയെ സംബന്ധിച്ച് വേറൊരു മാർഗമില്ല. അയാൾ 8 മണിക്കൂർ ജോലി ചെയ്യുന്നു, വീട്ടിൽ വരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഒരു 2-3 മാസം കൊണ്ട് തന്നെ എല്ലാം നിലച്ചു. പിന്നെ എന്ത് എന്നുള്ളൊരു തയ്യാറെടുപ്പിൽ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകും ആ നിലക്ക് വന്നപ്പോഴാണ് ഒരു പൂട്ടിക്കിടക്കുന്ന ഒരു ഫാക്ടറി. ആ ഫാക്ടറിയിൽ 5 ജീവനക്കാരുണ്ട്. അവരെ എടുത്ത് ആ ഫാക്ടറി രണ്ടാമത് റൺ ചെയ്യിക്കാൻ സാധിച്ചു. അങ്ങനെ ഫാക്ടറി റൺ ചെയ്ത് കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്ന സമയത്താണ് കഴിഞ്ഞ 5 വർഷമായിട്ട് എന്റെ ഭാര്യക്ക് ഷുഗറാണ്. ഷുഗർ എന്ന് പറഞ്ഞാല് 1 ഗുളിക കഴിക്കും, 2 ഗുളിക കഴിക്കും, 3 ഗുളിക കഴിക്കും. ഗുളികകളുടെ ഡോസ് ഇങ്ങനെ കൂട്ടി കൊടുക്കും. അപ്പൊ ഞാനിത് എങ്ങനെ ഈ എന്തെങ്കിലും ആയുർവേദ പ്രോഡക്റ്റ് കഴിച്ചിട്ട് ഒന്ന് കുറച്ചാൽ കൊള്ളാന്നുണ്ട്. അങ്ങനെയൊക്കെ ഈ നിങ്ങളിപ്പോ കേട്ട പ്രകാശ് സാറ് എല്ലാ ദിവസവും ഏതാണ്ട് അദ്ദേഹത്തിന്റെ ESA സീനിയർ
സൂപ്രണ്ടാണ് അദ്ദേഹം, ഗസറ്റ് ഓഫീസറാണ്. അദ്ദേഹത്തെ കാണുന്ന സമയത്ത് പറയും, കഴിഞ്ഞ 30 വർഷത്തെ എനിക്ക് അറിയാം, ഷുഗറിന്റെ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ട് ഒരാളുടെ ഷുഗർ മാറിയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്തു? അദ്ദേഹത്തിനോട് ചോദിച്ചു എന്താണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, കരേല ജാമുൻ ജ്യൂസ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ കരേല ജാമുൻ ജ്യൂസ് കണ്ണുടച്ചു, വേറെ അപ്പുറത്തൊന്നും ചിന്തിക്കാണ്ട് കരേല ജാമുൻ ജ്യൂസ് വാങ്ങിച്ചു, അത് കൊടുക്കാൻ തുടങ്ങി. സാറ് പറഞ്ഞു 15 ദിവസം കൂടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണം. ഞാനൊരു 20 ദിവസം കഴിഞ്ഞപ്പോൾ ചെക്ക് ചെയ്ത് 380 ഉണ്ടായ ഷുഗർ 115 മാറി. നമ്മുടെ പ്രോഡക്റ്റിന്റെ അത്ഭുതകരമായിട്ടുള്ള പ്രവർത്തനമാണ്. കാരണം എന്നെ സംബന്ധിച്ച് പ്രോഡക്റ്റ് വിൽക്കാനോ, അല്ലെങ്കിൽ കാരണം ഞാനൊരു കമ്പനി നടത്തുന്ന ആളാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ, എംപ്ലോയീസിന്റെ കാര്യമുണ്ട്, റോ മെറ്റീരിയലിന്റെ കാര്യമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ അത് കഴിച്ചു. അതിനുശേഷം എന്റെ മകനും കുറച്ച് പ്രോഡക്റ്റ് ഉപയോഗിച്ചു, മകനും ആശ്വാസം കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ, കാരണം നമുക്ക് അമ്മ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ ഒരു വൈകാരികത ഒന്ന് വലുതാണ്. കാരണം നമുക്ക് നമ്മുടെ മുന്നിൽ ദൈവങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാരാണത്. അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ എന്ത് കാര്യം ഉണ്ടെങ്കിലും വിളിച്ചു പറയും, മോനെ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഒരു ദിവസം അവിടെ ചെന്നപ്പോ നിവർന്ന് നിവർന്ന് നടന്നുകൊണ്ടിരുന്ന അമ്മ കുനിഞ്ഞാണ് നടക്കുന്നത്. നമ്മുടെയൊക്കെ അമ്മമാർക്കും അച്ഛന്മാർക്കും സംഭവിക്കുന്നതാണ്. ഒരു പ്രായം കഴിയുമ്പോൾ അവര് കുനിഞ്ഞു നടക്കും. എന്താ കാര്യം എന്നറിയാമോ? നമുക്ക് എല്ലിനും പല്ലിനും ബലം കൊടുക്കണം. എല്ലിനും പല്ലിനും ബലം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. കൂടുതൽ എല്ലും പല്ലും വേദനയാകുമ്പോൾ ഡോക്ടർ പെയിൻ കില്ലറാ എന്നത്. ഞാൻ മോഡി കെയറിൽ വന്നതിന് ശേഷം പഠിച്ചു, എല്ലിനും പല്ലിനും ബലം കൊടുക്കാനായിട്ട് ഉള്ള പ്രോഡക്റ്റ് നമുക്കുണ്ട്. അമ്മ സുഖമില്ലാതെ വരുമ്പോ ഇങ്ങനെ വളഞ്ഞ് പതുക്കെ പോയിട്ട് അവിടെ ഒരു ഡിസ്പെൻസറി ഉണ്ട്, അവിടെ പോയി മരുന്ന് വാങ്ങിക്കും. ഒരിക്കൽ കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞു, പ്രോട്ടീൻ പൗഡർ കൊണ്ടേ കൊടുത്തു. പ്രോട്ടീൻ പൗഡർ, വെൽ കാൽസ്യം, അതേപോലെ നമ്മുടെ ഗ്ലൂക്കോസമിൻ, അങ്ങനെ കൊടുത്തിട്ട് അമ്മനോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ കഴിക്കണം, കഴിച്ചു കഴിഞ്ഞാൽ റെഡിയാവും. ഈ നമ്മുടെ പ്രോഡക്റ്റിന്റെ അത്ഭുതം എന്ന് പറയട്ടെ, ഏതാണ്ട് ഒരു 4 ബോട്ടില് പ്രോട്ടീൻ പൗഡറും കഴിച്ചു, അതുപോലെ തന്നെ കാൽസ്യവും കഴിച്ചു. ഇന്ന് നിങ്ങൾക്ക് വന്നേ ഞാൻ പരിചയപ്പെടുത്തണം, എന്റെ അമ്മക്ക് കൂനില്ല. എന്റെ അമ്മക്ക് എല്ലിനും പല്ലിനും ബലം കിട്ടി, കൂനില്ല. മകനെ സംബന്ധിച്ച് ഈ അടുത്ത നമുക്കറിയാം, ഭാര്യക്കും ഒക്കെ അത്യാവശ്യം നമുക്ക് ഫാറ്റിന്റെ പ്രശ്നങ്ങളുണ്ടായി. അപ്പൊ നമുക്ക് നമ്മുടെ ഷേക്ക് ചിട്ട് കൊടുത്തു, അവര് ഹാപ്പിയാണ്. എന്റെ വീട്ടിൽ തന്നെ, അതാണ് നമ്മൾ പറയുന്നത് സെൽഫ് യൂസ്. എന്റെ വീട്ടിൽ തന്നെ ഇത്രയും ഗുണങ്ങളുള്ളപ്പോ ഈ പ്രോഡക്റ്റ് ഈ രാജ്യത്തിനൊരു മുതൽക്കൂട്ടാണ്. എന്റെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഇത് പരിചയപ്പെടുത്തുന്ന എന്റെയും കൂടി ബാധ്യതയാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇടസമയങ്ങളിൽ ഒഴിവ് കുറച്ച് സമയം കിട്ടിയ സമയമില്ല, ആ സമയത്ത് ഞാനിത് പരിചയപ്പെടുത്തുകയും എന്റെ തൊട്ടടുത്ത ആൾക്കാർക്ക് പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്ത സമയത്ത് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് മോഡി കെയറിന്റെ ഭാഗമായി. അത് മാത്രമല്ല, ഇത്രയും നല്ലൊരു ഓർഗനൈസേഷനിൽ, ടീം ഗ്ലോബൽ എന്ന ഓർഗനൈസേഷനിൽ ഞാൻ വന്ന് പെടാൻ സംഭവിച്ചത് കൊണ്ട് ആണ് ഞാൻ ഇങ്ങനെ ആയിത്തീർന്നത്. വിശിഷ്യ എന്ന ഈ ഇതിലേക്ക് കൊണ്ടുവന്ന വേണുഗോപാൽ സാർ, പ്രകാശ് സാർ, അതുകൂടാതെ നമുക്കറിയാം നമ്മുടെ ടീം ഗ്ലോബലിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന എന്താ പറയാ നല്ല ഒരു മെന്റേഴ്സും ട്രെയിനേഴ്സും ആയിട്ടുള്ള ജിഷാദ് ബക്കർ സാറും അതേപോലെ ദിനേശ് നാരായൺ സാറും ഉള്ള ഈ ടീം ഗ്ലോബല് കഴിഞ്ഞ 29 വർഷം, 30ാമത്തെ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കണം. നമ്മള് 30ാമത്തെ വർഷമാകണം. അനസ്യൂതം ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ടീമിൽ വന്ന് പെടാൻ പറ്റിയതെന്ന് വലിയൊരു ഭാഗ്യമായി. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് മുന്നോട്ടേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. വേറൊരു ടീമിലായിരുന്നു ഞാൻ ഇത് നിൽക്കില്ലായിരുന്നു. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന പരിപാടികൾ, കിട്ടുന്ന മീറ്റിംഗ്, DDM ആയാലും അതേപോലെ തന്നെ വിശാൽ സാറിന്റെ സ്പെഷ്യൽ മീറ്റിംഗ് ആയാലും, പ്രകാശ് സാറിന്റെ രാവിലെ 6:30 തുടങ്ങും, രാവിലെ 6:30 ഉണ്ട്, 9 മണിയുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം ഗ്രോത്ത് ബേസിക്, ഗോ ഡയമണ്ട്, ഗോ പ്ലാറ്റിനം, ഇങ്ങനെ എത്ര എല്ലാം തിരുവനന്തപുരത്ത് പോയി, കോഴിക്കോട് പോയി. ഈ മൂശയിലൂടെ ഞാൻ കറങ്ങിയപ്പോ എനിക്കൊരു സത്യം മനസ്സിലായി, ഇത് നിലനിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഇത് എന്തൊക്കെ തന്നെ ഇല്ലാണ്ടായി പോയാലും ഇത് നശിക്കൂല. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മളുണ്ടാവും, ഇത് നമ്മളോടൊപ്പം. നമ്മളില്ലെങ്കിൽ
മോഡി കെയർ നമ്മളില്ലാതെ മറ്റു പലരും ചെയ്യും, യാതൊരു സംശയമില്ല. അപ്പോ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഈ അവസരം എനിക്ക് നൽകിയ ഈ ടീം ഗ്ലോബലിന് 1000 നന്ദി രേഖപ്പെടുത്തിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഇത് വിശ്വസിച്ച് മുറുകെ പിടിച്ച് മുന്നോട്ടേക്ക് പോയാൽ നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകും. അങ്ങനെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുന്നത് മിസ്റ്റർ അജിത് കുമാറാണ്. അദ്ദേഹം മോദി കെയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പല കാര്യം ജോലി ചെയ്യുന്നുണ്ട്. ഒരു DP സ്റ്റാർട്ട് ചെയ്തു, 24 hours DP ആണ്. അതെങ്ങനെയാണെന്ന് അദ്ദേഹം നേരിട്ട് പറയും. ഓവർ ടു അജി, പ്ലീസ്. വെൽക്കം. സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണ്, കാർ അച്ചീവർ ആണ്. ഓക്കെ, വെൽക്കം അജി. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഓഡിബിൾ അല്ലേ സാറേ? യെസ്, ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. അപ്പൊ എന്നെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് അജി എന്നാണ്. കാക്കനാടാണ് എൻ്റെ സ്വദേശം. മോദി കെയർ ബിസിനസ്സായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 4 വർഷത്തിലധികമായി. വളരെ പാർട്ട് ടൈമായിട്ട് ബിസിനസ്സിലേക്ക് വന്ന ആളാണ് ഞാൻ. കാരണം കൊറോണ സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഡ്രൈവർ ജോലിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിലവിൽ ഡ്രൈവർ ജോലിക്കാർക്കൊക്കെ ജോലി നഷ്ടപ്പെട്ട് പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയിൽ ഇനി എന്ത് എന്നുള്ള രീതിയിൽ നമ്മളെ മൊബൈല് നെറ്റിൽ നോക്കി ഓരോ ബിസിനസ്സിനെ കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കുറേ ബിസിനസ്സുകളെ കുറിച്ച് പഠിച്ചു. എല്ലായിടത്തും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. എന്നാൽ നിലവിൽ മോദി കെയർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും മുഖ്യമായ കാരണം. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കൂടാതെ എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ എങ്ങനെ വന്നാലും പുറത്തുള്ള ഒരു മാർക്കറ്റിൽ നിന്ന്, ഒരു ഷോപ്പിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് അത് നമുക്ക് ഇത്ര ക്വാളിറ്റിയുള്ള പവർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കിട്ടുന്ന ഈ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിച്ചാൽ നമുക്ക് നിത്യോപയോഗ സാധനങ്ങൾ നല്ല ക്വാളിറ്റിയിൽ ഉപയോഗിക്കുകയും ചെയ്യാം. അതിലുപരി അതിലൂടെ നമുക്കൊരു വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം വന്നതിൻ്റെ പേരിലാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത്. നമ്മുടെ ലീഡേഴ്സിലേക്കും വളരെ സപ്പോർട്ട് നമുക്ക് ഈ ബിസിനസ്സിന്റെ കൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതൊരു വ്യക്തിക്കും ബിസിനസ്സിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും തുടക്കക്കാരും എല്ലാവരും അറിവില്ലാതെയാണ് വരുന്നത്. എന്നാൽ ഇവിടെ വന്നത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ്ങും കോച്ചിങ്ങും എല്ലാം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും മുതൽ മുടക്കില്ലാതെ തന്നെ വലിയൊരു ബിസിനസ്സിന്റെ അംഗമാവാൻ നമുക്ക് കഴിയും. നമ്മുടെ ഏത് സ്വപ്നങ്ങളെ നിറവേറ്റിയെടുക്കാനും കഴിയുന്ന രീതിയിലുള്ള ഇൻകം പ്ലാനാണ് കമ്പനി നമുക്ക് നൽകിയിരിക്കുന്നത്. അജിയുടെ വിദേശ യാത്രകള്, ടൂറുകള്. അപ്പോൾ നിലവില് ഞാൻ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം ഒരു തീരുമാനം എടുത്തു. എങ്ങനെ വന്നാലും നമ്മൾ ബിസിനസ്സിൽ വന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, ഞാൻ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വലിയ സ്വപ്നങ്ങളൊന്നും കാണാൻ കഴിയില്ലായിരുന്നു. ഇത് യാത്രകൾ പോകാൻ കഴിയില്ലായിരുന്നു. സമയമില്ല, ഒന്നാമത്തെ പണമില്ല. അപ്പോൾ ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് ഗോവ ട്രിപ്പാണ് വന്നത്. ആ കോൺടെസ്റ്റിൽ ഞാൻ പങ്കെടുക്കാൻ തീരുമാനിച്ചു. അത് ഞാൻ അച്ചീവ് ചെയ്തു. തുടർന്നുള്ള എല്ലാ ട്രിപ്പുകളും എനിക്ക് വിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം എൻ്റെ ഒരാളുടെ കഴിവല്ല. ഇതിനോട് നമ്മളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ടീമായിട്ടാണ് ചെയ്യുന്നത്. അതിന് കറക്റ്റായിട്ട് കോച്ചിങ് നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. നമുക്ക് ട്രിപ്പുകൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കമ്പനി പുതിയതായിട്ട് ട്രിപ്പ്, ഇപ്പോൾ മലേഷ്യ ട്രിപ്പ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ ഇതിനകത്ത് തന്നെ നമുക്കിപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് അയാളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഏകദേശം 3000 രൂപയോളം വാല്യൂ വരുന്ന പ്രൊഡക്റ്റുകൾ വാങ്ങിച്ച് 50 വീട് ബിസിനസ് ചെയ്യുകയും നമ്മളെപ്പോലെ സ്വപ്നങ്ങളുള്ള ഒരു 4 പേരെ നമ്മുടെ കൂടെ കണ്ടെത്തുകയും അവരും അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു 1000 രൂപ ഇൻകം ലഭിക്കുന്ന ഒരു മാർഗത്തിലേക്ക് നമ്മൾ എത്തും. ഇത് തന്നെ നമ്മൾ 4 പേർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്ടർ എന്നുള്ള പദവി കിട്ടും. അതിലൂടെ നമുക്ക് ഒരു 5000-ലധികം വരുമാനം നേടാൻ കഴിയും. അങ്ങനെ ഓരോ സ്റ്റെപ്പായി നമുക്ക് എന്ത് ലഭിച്ചോ അത് നമ്മുടെ ടീമിന് വരുന്ന, നമ്മുടെ കൂടെ വന്ന, നമ്മൾ വിശ്വസിച്ച് വന്ന 4 പേർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ്സിലുള്ള അനന്തമായ വരുമാനം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. എല്ലാ കാറ്റഗറി പ്രൊഡക്റ്റുകളും നമുക്കുണ്ട്. അപ്പോൾ കൂടാതെ തന്നെ ഞാനൊരു DP സ്റ്റാർട്ട് ചെയ്തു. 3 വർഷം മുമ്പ് DP സ്റ്റാർട്ട് ചെയ്തു. ആ DP ഇന്ന് 24 hours പ്രവർത്തിക്കുന്നുണ്ട്. കാരണം അവിടെ നമുക്ക് ഒരാളെ ഇരുത്തിക്കൊണ്ട് നമുക്ക് ഏത് ബിസിനസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇത് മോദി കെയറിന്റെ ബിസിനസ് ഞാൻ ചെയ്യുന്നത് ആളുകളില്ലാതെ ക്യാമറ വെച്ചുകൊണ്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ എക്സ്പെൻസ് ചിലവ് വരുന്നില്ല. അതിലൂടെ ഞാനൊരു മറ്റൊരു വരുമാനം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് ആ വരുമാനം നേടിയെടുക്കണമെങ്കിൽ, DP വരുമാനം നമുക്ക് നേടിയെടുക്കാൻ നമ്മുടെ ടീമിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് കമ്പനി ഇപ്പോൾ എമൗണ്ട് കുറച്ചുകൊണ്ട് 75,000 രൂപയ്ക്ക് നമുക്ക് DP സ്റ്റാർട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ട്. അത് വീട്ടിലോ നമ്മൾ ചെയ്യുന്ന സ്ഥാപനത്തിന്റെ കൂടെ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ കാര്യങ്ങളെല്ലാം നമ്മൾ ലീഡേഴ്സ് പറഞ്ഞ് നമുക്ക് പ്രകാശ് സാർ നമുക്ക് നന്നായിട്ട് ബിസിനസ് പറഞ്ഞു തന്നു. ഇനി തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്.
ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരെയും ബിസിനസ്സിൽ അംഗമാകുക, നല്ല വിജയങ്ങൾ നേടുക, ട്രിപ്പുകൾ പോവുക. കൂടാതെ ഞാൻ ഇതിന്റെ കാർ അച്ചീവർ കൊണ്ട് കഴിഞ്ഞ ആഗസ്റ്റിൽ ഞാൻ SCD റാങ്ക് കവർ ചെയ്യും. അപ്പോൾ പ്രകാശ് സാർ പറഞ്ഞ ആ കാർ അച്ചീവ്മെന്റ് എന്നുള്ള ആ കാറ്റഗറി ഞാൻ കടക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും നമുക്ക് ഇതിനകത്ത് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. നമ്മുടെ സമയത്തെ കുറച്ച് സമയം, നമ്മുടെ 24 മണിക്കൂറിൽ 2 മണിക്കൂർ നമുക്ക് മാറ്റി വെച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും കഴിയണം. അതിനുവേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. കൂടാതെ എന്നെ സപ്പോർട്ട് ചെയ്തതും ഇത്തരത്തിൽ എനിക്ക് സംസാരിക്കാനുള്ള ആ ഒരു കഴിവ് ഒന്നും ഉണ്ടായ ആളല്ല. പക്ഷെ നമ്മുടെ ലീഡർഷിപ്പിന്റെ ഒറ്റ ഗുണം കൊണ്ട് തന്നെ അവരുടെ നല്ല ക്ലാസ്സും കോച്ചിങ്ങും കിട്ടുന്നതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. അപ്പൊ എൻ്റെ അപ്ലൈൻ ഇപ്പോൾ പ്രകാശ് സാറാണ്. അപ്പോൾ ആ എൻ്റെ അപ്ലൈൻ ലീഡേഴ്സ് എല്ലാവർക്കും ഈ അവസരം ഞാൻ നന്ദി പറഞ്ഞ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. ഈ ദിവസം ഇരിക്കുന്ന എല്ലാവരുടെ ലൈഫിലും വലിയൊരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും